ഓക്കെ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബേസിക്കലി പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IR ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് പ്ലേസസ് ഇൻ ന്യൂസ്. പ്ലേസസ് ഇൻ ന്യൂസിൽ സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി കോൺഫ്ലിക്ട് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. കോൺഫ്ലിക്ട് റീജിയൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് പ്ലേസസ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോൺഫ്ലിക്ട് പ്ലേസസ് അതുമായി റിലേറ്റ് ചെയ്യുന്ന റീജിയൻ ആയിട്ടുള്ള ന്യൂസസ്, അതേപോലെ തന്നെ എന്തെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻസ്, ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ ക്രൈസിസ്, എക്കണോമിക്കൽ ക്രൈസിസ്, ഓക്കെ, ഇനി സോഷ്യൽ ക്രൈസിസ്, ഇങ്ങനെ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രൈസിസുമായി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട് UPSC ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ തന്നെ ചോദ്യം ചോദിക്കുന്ന പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇഫ് ദാറ്റ് പർട്ടിക്കുലർ ഇഷ്യൂ ഈസ് വെരി പ്രൊമിനന്റ്, കുറെ ഡിസ്കഷനിൽ വന്ന ഒരുപാട് ഇഷ്യൂ വന്നതാണെങ്കിൽ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ഫ്രം ലിറ്റിൽ കോർ ഏരിയ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഇനി അതല്ല, കുറച്ച് എന്താണ് ഒരു പെരിഫറൽ ഇഷ്യൂ, ഒരു ഒന്നോ രണ്ടോ വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല, പക്ഷെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുമോ എന്നുള്ളത് മാത്രമാണ് UPSC നോക്കുന്ന. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി പെരിഫറൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് പോകില്ല. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെ പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ വേറെ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കാണാറുണ്ട്. മാച്ച് ദ ടൈപ്പ് ഓഫ് ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് റീജിയൻ അതെവിടെയാണ്, ഏത് സിറ്റിയാണ്, അല്ലെങ്കിൽ വേറൊരു കോൺഫ്ലിക്റ്റ് അത് ഏത് സിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയാണ് അത് ചെയ്തിട്ടുള്ളത്, ഏത് പർട്ടിക്കുലർ പ്രോക്സി കമ്മ്യൂണിറ്റിയാണ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ കോൺഫ്ലിക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്, അതായത് പ്ലേസസ് മാത്രമല്ല, ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ആ പ്ലേസസ് ചോദിക്കണമെന്നില്ല, പക്ഷെ അതുമായി റിലേറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന അതിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും എഗ്രിമെന്റ്, അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഓപ്പറേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. സോ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത് ഈ ഒരു സ്പെസിഫിക്കലി പ്ലേസസ് ഓഫ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് UPSC ഓൺ ആൻ ആവറേജ് എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും ചോദിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ വേരി, ഡിപ്പെൻഡ്സ് ഓൺ ദി ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട് വേരി ചെയ്യാറുണ്ട്. ചില സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അറിയാം എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി മാപ്സ്. സോ നമ്മൾ ആ മാപ്പിൽ ആ ലൊക്കേഷൻസ് നോക്കും. അതേപോലെ തന്നെ അതുമായി മാപ്പിൽ ലൊക്കേഷൻ മാത്രം നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് ഓർത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. സോ വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക് ഓൾസോ. അപ്പൊ അതും എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകും. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് നോക്കുമ്പോൾ ഇതിന് ക്ലാസ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാപ്പ് ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. കാരണം മാപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മറന്നു പോകാനൊക്കെയുള്ള ചാൻസസ്, അതായത് എന്താണ് ഇടയ്ക്ക് റിവിഷൻ ചെയ്താലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ എപ്പോഴും ആ എന്താണ് സിറ്റുവേഷൻ നടന്നതെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ US കോൺഫ്ലിക്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, എന്തായാലും ഈ വർഷം ഒരു ചോദ്യം വരാനുള്ള ഹൈ ഹിറ്റ് ഏരിയ ആണ്. എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യം മിനിമം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഒരു 99% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ വർഷം ബേസിക്കലി ഇറാൻ ഇസ്രായേൽ US കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിനകത്ത് നോക്കുവാണെങ്കിൽ ആ റീജിയനിൽ ബേസിക്കലി ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ബേസിക്കലി അവിടെ നമ്മൾ ഇറാന്റെ ഒരു ബോർഡർ ഷെയറിംഗ് കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ബോർഡർ ഷെയറിംഗ് കൺട്രീസ് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമാൻ ഉണ്ട് അല്ലെ, യമൻ ഉണ്ട്, UAE പൊസിഷൻ നോക്കുക, ഖത്താർ, അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈത്ത്, അതുപോലെ തന്നെ എന്താണ് ഇറാഖ്, ഇറാൻ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ മേലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർക്കി, അർമേനിയ ആൻഡ് അസർബൈജാൻ, ടർക്കമിനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. സോ ഈ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നതാണ് പഠിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബോർഡറിംഗ് കൺട്രീസ് എന്താണ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം വേണമെങ്കിൽ UPSC എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ബോർഡറിംഗ് സ്റ്റേറ്റ് മാത്രം ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മെയിൻസിന്റെ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഇതിന്റെ മാപ്പ് വരയ്ക്കേണ്ടി വരും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് മാപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിന്റെ മാപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യാം, ഈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇതെന്താണ് ബേസിക്കലി ഇതിലത്തെ ഈ ഒരു ലൊക്കേഷൻ എന്താണ് വരുന്നത്, ദിസ് ഈസ് ഒമാൻ വരും, ആൻഡ് യമൻ താഴെ വരുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് UAE, ദിസ് ഈസ് കിങ്ഡം ഓഫ് KSA, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ദെൻ യു ഹാവ് ഖത്താർ, ബഹ്റൈൻ, ഇവിടെ കുവൈത്ത്, ദിസ് ഈസ് ഇറാഖ്, ആൻഡ് ദിസ് ഈസ്
ഇറാൻ. ഓക്കെ, സോ ഒരു തവണ UPSC ചോദിച്ചത് ഏതൊക്കെയായിരുന്നു GCC കൺട്രീസ് എന്നുള്ളതായിരുന്നു. ജസ്റ്റ് നിങ്ങൾ ആ മാപ്പ് വരച്ച് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിന്റെ സമയത്ത് അഗെയിൻ ദിസ് ക്വസ്റ്റ്യൻ വിൽ കം ഇൻ യുവർ മെയിൻസ് ഓൾസോ. സോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് മെയിൻസിന് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരും. വരച്ച് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെമ്മറിയിലും കൂടുതൽ കിട്ടും, കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും മെമ്മറിയിൽ കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അത് മറന്നു പോകും, മെയിൻസിന്റെ സമയത്തൊക്കെ മറന്നു. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യുക, അതൊന്ന് വെറുതെ വരച്ച് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ താഴെ എന്താണ് ബേസിക്കലി താഴെ ഒരു അല്ലെ നമുക്ക് പറയാം ഇവിടെ എന്താണ് ബേസിക്കലി ദിസ് ഈസ് പേർഷ്യൻ ഗൾഫ്, ദിസ് ഈസ് ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഒമാൻ. അതേപോലെ തന്നെ താഴെ എന്താണ്, ദിസ് ഈസ് പേർഷ്യൻ ഗൾഫ്, ദിസ് ഈസ് ബേസിക്കലി റെഡ് സീ. ഓക്കെ, Gulf of Aqaba and Red Sea, and there is also one strait, this is choke point, that is Bab el Mandeb. ഓക്കെ, സോ ആ ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മാപ്പ് ക്ലിയർ ആണല്ലോ. മാപ്പിൽ ഇപ്പൊ അറ്റ് പ്രസന്റ് എന്ത് ചെയ്യാം, നിങ്ങൾ അതിന്റെ ബോർഡറിംഗ് കൺട്രീസ് എന്താണെന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാണ് ഇറാന്റെ ബോർഡറിംഗ് കൺട്രീസ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ, ടർക്കി ആൻഡ് ഇറാഖ്. അതുപോലെ തന്നെ എന്താണ് ബേസിക്കലി അതിന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുവൈത്ത് ഉണ്ട്, പിന്നെ KSA സൗദി അറേബ്യ, അതേപോലെ തന്നെ ബഹ്റൈൻ, ഖത്താർ ആൻഡ് UAE, ഒമാൻ ആൻഡ് യമൻ. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് തിങ് ഇൻ ന്യൂസ്? എന്തായിരുന്നു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദി ഇഷ്യൂ സ്റ്റാർട്ട് ഫ്രം എന്താണ്, ജോയിന്റ് കോംപ്രിഹെൻസ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ജോയിന്റ് കോംപ്രിഹെൻസ് പ്ലാൻ ഓഫ് ആക്ഷൻ. എന്താണ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്. ആരൊക്കെ തമ്മിലായിരുന്നു ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇറാൻ പ്ലസ് P5 countries +1. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇറാൻ ഉണ്ട്, then P5 countries +1. ആരാണ് ഈ +1? ഇറ്റ് ഈസ് ദി ജർമ്മനി. ജർമ്മനി ബ്രോക്കേർഡ് ദിസ് എഗ്രിമെന്റ്. സോ സം places in newspaper or in Google, if you type this +1 will be written as EU, യൂറോപ്യൻ യൂണിയൻ എന്ന് ചിലപ്പോൾ കാണാൻ പറ്റും. ആക്ച്വലി ഇത് യൂറോപ്യൻ യൂണിയൻ അല്ല, ഇതാരാണ്? ജർമ്മനിയാണ്. സോ ഇറാൻ P5 countries, that is permanent 5 UN Security Council permanent 5 countries, then +1. ഓക്കെ, ദാറ്റ് ഈസ് ജർമ്മനി. സോ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബേസിക്കലി UN JCPOA എന്ന് പറയുന്ന പ്ലാന് ക്രിയേറ്റ് ചെയ്തു. ഇറാനുമായിട്ട് എന്ത് ചെയ്തു, ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഈ എഗ്രിമെന്റ് UN എന്ത് ചെയ്തിട്ടുണ്ട്, UN ഈ എഗ്രിമെന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ UN സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർ ദ റെസൊല്യൂഷൻ 2231. ഓക്കെ, 2231 അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, JCPOA എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ പ്ലാനിന്റെ ഐഡിയ? വൈ ദിസ് പർട്ടിക്കുലർ പ്ലാൻ വാസ് വെരി ഇമ്പോർട്ടന്റ്? എന്തിനായിരുന്നു ഈ പ്ലാൻ നമ്മൾ ശരിക്കും ഉണ്ടാക്കിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ത് ചെയ്യണം, ന്യൂക്ലിയർ പ്രോഗ്രാം കുറച്ച് ഡിലേ ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുക, JCPOA എന്ന പ്ലാനിന്റെ മേജർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിലേ ബേസിക്കലി എന്ത് ചെയ്യണം, ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇറാൻ കുറച്ച് ഡിലേ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ ബേസിക്കലി ഇറാനെ സംബന്ധിച്ചോളം മേജർ ആയിട്ടുള്ള ന്യൂക്ലിയർ സൈറ്റ്സ് ആണ് ബേസിക്കലി നട്ടൻസ്. ഓക്കെ, സോ നാത്തൻസ് ബേസിക്കലി എന്താണ്, ന്യൂക്ലിയർ സൈറ്റ് ആണ്, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ് ആണ്. സോ ഈ എഗ്രിമെന്റ് പ്രകാരം ഇറാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, നാറ്റൻസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ക്യാപ്പ് ചെയ്യണം. ഓക്കെ, സോ ഈ ആസ് പെർ ദിസ് എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ന്യൂക്ലിയർ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതിന്റെ പ്രൊഡക്ഷൻ മാക്സിമം ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് പ്രകാരം JCPOA പ്രകാരം ക്യാപ്പ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇറാന്റെ മേജർ ന്യൂക്ലിയർ സൈറ്റ് ആണ് ഫോർദോ. Okay, so Fordo is another nuclear research center for Iran. So ഈ nuclear research center Fordo എന്ത് ചെയ്യണം, Fordo has to convert into nuclear research site. Okay, nuclear research site ആക്കി മാറ്റണം. Okay, റിസർച്ച് സൈറ്റ് ആക്കി മാറ്റണം. ഓക്കെ, സോ നാഥൻസ് ഈസ് ബേസിക്കലി ഒരു ന്യൂക്ലിയർ സൈറ്റ് ആണ്. അതേപോലെ തന്നെ ഫോർദോ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ സൈറ്റ് ആണ് ഇറാന്റെ. അപ്പൊ ഇതെന്ത് ചെയ്യണം, അതിൽ നാഥൻസിന്റെ എന്ത് ചെയ്യണം, ബേസിക്കലി ക്യാപ്പ് ചെയ്തു. ടോട്ടൽ എത്ര വരെ ന്യൂക്ലിയർ പ്രൊഡക്ഷൻ പോവാം അത് ക്യാപ്പ് ചെയ്തു. ഫോർദോനെ എന്ത് ചെയ്തു, ഫോർദോനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നാ പറയുന്നത്, ഒരു റിസർച്ച് സെന്റർ ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ അറാഖ് എന്ന് പറയുന്ന വേറൊരു ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്, അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ആൻ ഹെവി വാട്ടർ റിസോഴ്സ് സെന്റർ ആണ്. ഇത് എന്ത് ചെയ്യണം, ബേസിക്കലി ഇതിനെ റീഡിസൈൻ ചെയ്തിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് വാസ് ദി എഗ്രിമെന്റ് ഓൾ അബൌട്ട്. JCPOA എന്ന് പറഞ്ഞാൽ അതെന്താണ്, കംപ്ലീറ്റ് ന്യൂക്ലിയർ പ്രോഗ്രാമിന് എതിരല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പകരം എന്താണ്, ഇറാന്റെ മേജർ ആയിട്ടുള്ള ന്യൂക്ലിയർ സൈറ്റ്സിൽ എന്ത് ചെയ്തു, ഒന്ന് പ്രൊഡക്ഷൻ കുറച്ചു, അതേപോലെ തന്നെ ഇന്ന് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഡിലേ ആക്കുന്നു. എന്തിനായിരിക്കും ഇങ്ങനെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി ചെയ്തിട്ടുണ്ടാവുക? അതായത് മേജർ ഇവരുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഡിസ്കഷൻസ് പൂർത്തിയായിട്ടില്ല. ഈ ഡിസ്കഷൻസ് പൂർത്തിയാവുന്നവരെ ദേ വാണ്ടഡ് ടു സംഹൗ റെസ്ട്രിക്ട് ദ ന്യൂക്ലിയർ പ്രോഗ്രാം. എങ്ങനെ, ബൈ ഇൻക്രീസിംഗ് ദി ബ്രേക്ക് ഔട്ട് ടൈം. ഓക്കെ, സോ ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് ബ്രേക്ക് ഔട്ട് ടൈം. സോ എൻ്റയർ ഐഡിയ ഓഫ് JCPOA വാസ് ഇൻക്രീസ് ദി ബ്രേക്ക് ഔട്ട് ടൈം. എന്താണ് ബ്രേക്ക് ഔട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർ ടു ക്രിയേറ്റ്, അല്ലെങ്കിൽ ടൈം റിക്വയർ ടു ക്രിയേറ്റ് എ ന്യൂക്ലിയർ ബോംബ്. ഓക്കെ, ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എത്രയാണോ
ആ ടൈം എന്ത് ചെയ്യുന്നു, ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബേസിക്കലി ബ്രേക്ക് ഔട്ട് ടൈം എന്ന് വിളിക്കുന്നത്. സോ എൻറ്റയർ പ്രോജക്ട് എന്താണ്, കാരണം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്ത് ചെയ്യണം, വി നീഡ് ടു എൻറിച്ച് ന്യൂക്ലിയർ അല്ലെ. ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എത്ര വേണം, മോർ ദാൻ 80% നമുക്ക് എന്തിനാ എൻറിച്ച് ചെയ്യണം. സോ ആ എൻറിച്ച്മെന്റിലേക്ക് എത്തുന്നതിനുള്ള ടൈം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എഗ്രിമെന്റിന്റെ ഐഡിയ. ബട്ട് ഹൗവർ ഈ എഗ്രിമെന്റ് എന്ന് 2015 നിലവിൽ വന്നു, US എഗ്രി ചെയ്തു, US സൈൻ ചെയ്തു, P5 കൺട്രീസ് സൈൻ ചെയ്തു, ആൻഡ് ഇറാൻ സൈൻ ചെയ്തു, ആൻഡ് ജർമ്മനി ആണ് ആക്ച്വലി ഇറ്റ് ഈസ് ബ്രോക്കർഡ്, ആൻഡ് ജർമ്മനി ഓൾസോ സൈൻ ദിസ് എഗ്രിമെന്റ്. ബട്ട് ഇൻ 2018 ഫസ്റ്റ് ടൈം ഓഫ് ട്രംപ് ഗവൺമെന്റിൽ, ഫസ്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, 2015 യൂണിലാറ്ററലി ഈ എഗ്രിമെന്റിൽ നിന്ന് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. ഓക്കെ, JCPOA നിന്ന് യൂണിലാറ്ററലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു അണ്ടർ US campaign called maximum pressure. Okay, so maximum pressure campaign of US. ഈ ക്യാമ്പയിനുകൾ ഇമ്പോർട്ടന്റ് ആണ്. Under the US campaign maximum pressure. Okay, it is a US campaign of maximum pressure. എന്ത് ചെയ്തു, US എന്ത് ചെയ്തു, യൂണിലാറ്ററലി എന്ത് ചെയ്തു, ബേസിക്കലി ഈ സാധനത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഈ JCPOA നിന്ന് വിഡ്രോ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും മുകളിൽ വരുന്നതാണ് ബേസിക്കലി ഫോർദോ ന്യൂക്ലിയർ സൈറ്റ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ സൈറ്റ്സ്. അതേപോലെ തന്നെ അറക് ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്, നാദൻസ് ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്, ആൻഡ് ഇസ്ഫഹാൻ ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്, ആൻഡ് ബുഷഹർ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ഫോർദോ. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഫോർദോ, അറക്, അതേപോലെ തന്നെ നാദൻസ്. ഓക്കെ, ഇതെന്താണ് ബേസിക്കലി ഈ 3 സൈറ്റ് നിങ്ങൾ മിനിമം എന്തായാലും ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോർദോ, അറക് ആൻഡ് നാദൻസ് എന്ന് പറയുന്നത്. പക്ഷേ കാരണം ഇതെന്താണ്, ഈ സൈറ്റ്സ് എവിടെയുള്ളതാണ്, JCPOA എഗ്രിമെന്റിലും എന്തുണ്ട്, ഈ ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെ എന്താണ്, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ സൈറ്റ്സ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ബുഷഹർ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സൈറ്റ്സ് കൂടി ഉണ്ട്. അപ്പൊ ഈ 3 ന്യൂക്ലിയർ സൈറ്റ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഈ ഇറാന്റെ ജോഗ്രഫിക്കലി നിങ്ങൾ ഇറാനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഈസ് ആക്ച്വലി നാച്ചുറൽ ബോർഡർ വെച്ചിട്ട് എന്ത് ചെയ്താണ്, ഇറാൻ പ്രൊട്ടക്റ്റഡ് ആണ്. കമ്പയർ ടു ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ ഇസ്രായേലിന് ആക്ച്വലി ഒറ്റയ്ക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പല ന്യൂക്ലിയർ സൈറ്റ്സുകളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ കാരണം ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ നോർത്ത് ആൻഡ് ബേസിക്കലി നോർത്ത് വെസ്റ്റിൽ നിന്ന് എന്താണ്, ഇറ്റ്സ് ആക്സസ് ഈസ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാന്റെ നോർത്തിലുള്ള മൗണ്ടെയിൻസ് ആണ് എൽബ്രൂസ് മൗണ്ടെയിൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എൽബ്രൂസ് മൗണ്ടെയിൻസ് ആണ് ഇറാന്റെ നോർത്തിലുള്ളത്. അതേപോലെ തന്നെ ഇറാന്റെ നോർത്ത് വെസ്റ്റ് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് റീജിയനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഗ്രോസ് മൗണ്ടെയിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 2 മൗണ്ടെയിൻ റേഞ്ചസ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എൽബറോസ് മൗണ്ടെയിൻ സിസ്റ്റം, അതേപോലെ തന്നെ എന്താണ്, സാഗ്രോസ് മൗണ്ടെയിൻ സിസ്റ്റം. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മൗണ്ടെയിൻ സിസ്റ്റം ഓഫ് ഇറാൻ. ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊട്ടക്ടിങ് ഇറാൻ ഫ്രം എനി നോർത്ത് വേർഡ് നിന്ന് വന്നു കഴിഞ്ഞാലും ഈ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എന്താണ്, അറ്റാക്സ് കുറയ്ക്കും എന്നുള്ളതാണ് ഇറാന്റെ ഒരു പ്രത്യേകത. കാരണം നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആണ് ബേസിക്കലി ഇറാന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇറാന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വേറൊരു നാച്ചുറൽ സാധനമാണ് ഇതിനകത്തുള്ള ഡെസേർട്സുകൾ. ഓക്കെ, സോ 2 മേജർ ഡെസേർട്ടുകളാണുള്ളത്. ഒന്ന് ദഷത് ഇ കബീർ. ഓക്കെ, ദഷത് ഇ കബീറും അതേപോലെ തന്നെ ദഷത് ഇ ലൂട്ട്. ഓക്കെ, സോ ദഷത് ഇ കബീർ ആൻഡ് ദഷത് ഇ ലൂട്ടും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെസേർട്സ് ഇൻ ഇറാൻ. ഓക്കെ, സോ എന്താണ് ബേസിക്കലി ഇറാന് മൗണ്ടെയിൻസ് ഏതൊക്കെയാണ്, എൽബറോസും ഉണ്ട്, സാഗ്രോസ് മൗണ്ടെയിൻസും ഉണ്ട്. ഓക്കെ, ഈ എൽബ്രൗസിലാണ് ബേസിക്കലി എന്താണ്, ദമാവന്ത് ഹൈയസ്റ്റ് പീക്ക് ഇൻ ഇറാൻ ആണ് ദമാവന്ത്. ഓക്കെ, ജസ്റ്റ് ജോഗ്രഫിക്കലി വേണമെങ്കിൽ ട്രഡീഷണലി അങ്ങനെയും ചോദിക്കാം. Damavand is the highest peak in Iran. Okay, Damavand, highest peak in Iran. അതേപോലെ അതെവിടെയാണുള്ളത്, എൽബ്രൂസ് മൗണ്ടെയിൻ സിസ്റ്റത്തിലാണുള്ളത് കേട്ടോ. എൽബ്രൂസ് മൗണ്ടെയിൻ സിസ്റ്റത്തിലാണ് എന്നുള്ളത് ഈ പറയുന്ന ഈ ദമാവത്ത് എന്ന് പറയുന്ന പീക്ക് ഉള്ളത്. അതുപോലെ തന്നെ സാഗ്രോസ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് ഉള്ളത്. അതേപോലെ തന്നെ 2 ഡെസേർട്സ് ആണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് ദഷത്തി കബീറും അതുപോലെ തന്നെ ദഷത്തി ലട്ട്. ഓക്കെ, സോ 2 സാധനങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബേസിക്കലി മിലിറ്ററി ഓപ്പറേഷൻസ്. എന്തൊക്കെ മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് നടത്തുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ഫസ്റ്റ് മിലിറ്ററി ആക്ഷൻസ് നടന്നത് US ഓപ്പറേഷൻ ആയിരുന്നു, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഓക്കെ, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. സോ US launched ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നതാണ് ബേസിക്കലി ടു ചലഞ്ച്. ബേസിക്കലി ഇതിന്റെ ഐഡിയ, ഇതിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് എപ്പിക് ഫ്യൂറി എന്തായിരുന്നു, ചേഞ്ച് ദ ഇറാനിയൻ റെജീം.
ഇപ്പോൾ ഉള്ള അതായത് ആയത്തുള്ള ഖമേനിന്റെ റെജീം എന്ത് ചെയ്യുന്നു, റെജീം ചേഞ്ച് ആയിരുന്നു ഇതിന്റെ ഉദ്ദേശം. സോ US നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഇൻ 2026 ടാർഗറ്റിംഗ് ദ ഇറാനിയൻ ലീഡർഷിപ്പ് ആൻഡ് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ആയത്തുള്ള ഖമേനിന്റെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, റെജീം ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു US ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എപ്പിക് ഫ്യൂരി ഓപ്പറേഷൻ റിലേറ്റഡ് ടു വാട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എന്ത് ചെയ്യാം, ചോദ്യം വരാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സ്റ്റോറി ഓർത്ത് വെച്ചാൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എപ്പിക് ഫ്യൂരി എന്താണ്? എപ്പിക് ഫ്യൂരി 2020 ടാർഗറ്റ് ഇറാനിയൻ ലീഡർഷിപ്പ് ആൻഡ് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ. അതേപോലെ തന്നെ US വേറൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ വെച്ചിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഓപ്പറേഷൻസ് മീൻസ് ന്യൂക്ലിയർ സൈറ്റ്സ്, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് അറ്റാക്ക് ചെയ്തത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ വെച്ചിട്ടാണ്. ഓക്കെ, അതും US ഓപ്പറേഷൻ ആണ്. സൈമൾട്ടേനിയസ്ലി ഇസ്രായേലും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽസിന്റെ ഓപ്പറേഷന്റെ പേരാളാണ് ബേസിക്കലി ഓപ്പറേഷൻ റോയറിംഗ് ലയൺ, അതും അല്ലെങ്കിൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. രണ്ടും എന്താണ്, ബേസിക്കലി ഇറാനെതിരെയുള്ള ഓപ്പറേഷൻസ് ആണ്. ഈ മിഡ് നൈറ്റ് ഹാമറിൽ തന്നെ നോക്കുകയാണെങ്കിൽ മിഡ് നൈറ്റ് ഹാമറിൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള മേജർ ന്യൂക്ലിയർ സൈറ്റ്സുകളാണ് ഒന്ന് ഫോർദോ, അറക് ആൻഡ് നതൻസ്. ഈ 3 സ്ഥലങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഫോർദോ കാര്യം നോക്കുകയാണെങ്കിൽ ഫോർദോ എന്ന് പറയുന്നത് ക്വാം സിറ്റിയിലാണ്. ബേസിക്കലി ഇറാനിലുള്ള ഹോളി സിറ്റിയാണ് ക്വാം സിറ്റി. ക്വാം സിറ്റി is again very important. So we'll go to map and again find out where Qom is. This is Qom. Okay, it is an holy city. Okay, ഈ ഹോളി സിറ്റിന്റെ ഈ കോമിന്റെ അടുത്താണ്, ഇവിടെ ആയിട്ടാണ് ബേസിക്കലി എന്ത് വരുന്നത്, ഈ ഫോർദോ എന്ന് പറയുന്ന ന്യൂക്ലിയർ സൈറ്റ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നാച്ചുറലി നോക്കിക്കേ, ഇത് എന്തിൽ പ്രൊട്ടക്റ്റഡ് ആണ്, ഈ ന്യൂക്ലിയർ സൈറ്റ് ബേസിക്കലി മൗണ്ടെയിൻസ് കാരണം പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഡീപ്പ് ഇൻസൈഡ് മൗണ്ടെയിൻ ആണ് ബേസിക്കലി, അതായത് ഈ മൗണ്ടെയിൻ കവേർഡ് ആണ് ഫോർദോ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആക്ച്വലി ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇസ്രായേൽ ആക്ച്വലി ബൈ യൂസിങ് ബങ്കർ ബസ്റ്റേഴ്സ് ഓഫ് US ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി ഫോർദോ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഫോർദോ എവിടെയാണ്, കോം സിറ്റിയിലാണ്. കോംസ് എന്താണ് വെച്ചാൽ ഹോളി സ്പിരിച്വൽ സിറ്റി ഓഫ്, ഇറ്റ് ഈസ് എ ഹോളി സ്പിരിച്വൽ സിറ്റി ഓഫ് ഷിയാസിന്റെ ഭയങ്കര സ്പിരിച്വൽ സിറ്റിയാണ് ബേസിക്കലി കോം എന്ന് പറയുന്ന സിറ്റി കേട്ടോ. സോ ഫോർദോ എന്ത് ഓർത്ത് നോക്കുക. അതിന്റെ താഴെ തന്നെയാണ് എന്തുള്ളത്, അറക്ക് ഉള്ളത്. അതിന്റെ താഴെയാണ് ബേസിക്കലി എന്തുള്ളത്, നദൻസ് ബേസിക്കലി ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഇൻസൈഡ് മൗണ്ടെയിൻ സിസ്റ്റം ആണ്. സോ വെരി ഡിഫിക്കൽട്ട് ടു അറ്റാക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബേസിക്കലി US ബങ്കർ ബസ്റ്റേഴ്സ് ബോംബ്സ് ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ നദൻസ് എന്ന് പറയുന്ന ബേസിക്കലി ന്യൂക്ലിയർ സൈറ്റ് ആണ് മേജർ എൻറിച്ച്മെന്റ് സൈറ്റ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചോളം ഇറാന്റെ മേജർ എൻറിച്ച്മെന്റ് സൈറ്റ് എന്ന് പറയുന്നത് നദൻസ് ആണ്. നദൻസിലാണ് ഇവരുടെ മേജർ എൻറിച്ച്മെന്റ് സൈറ്റ്സ് നടക്കുന്നത്. ഇവരുടെ ടെക്നോളജിക്കൽ സൈറ്റ്, അതായത് ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടാക്കുന്ന സൈറ്റ്സ് ആണ് ബേസിക്കലി ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. ഓക്കെ, നദൻസ് ഈസ് ദെയർ മേജർ ന്യൂക്ലിയർ സൈറ്റ്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റ് ആണ്. ആൻഡ് ഇസ്ഫഹാൻ ഈസ് ദ മേജർ ടെക്നോളജി ഡെവലപ്മെന്റ്, ന്യൂക്ലിയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സെന്റർ ആണ് ബേസിക്കലി ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി യുറാനിയൻ എൻറിച്ച്മെന്റ് അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇവർ നടത്തുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ക്യാപിറ്റൽ അറിയാലോ. ക്യാപിറ്റൽ പറയുന്നത് എന്താണ്, സദേൺ സൈഡിലല്ല. ഇറാന്റെ ക്യാപിറ്റൽ എവിടെയാണ്, നോർത്തേൺ സൈഡ് ഓഫ് ഇറാൻ ആണ്. ഓക്കെ, സോ നോർത്തേൺ സൈഡ് ഓഫ് ഇറാൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ക്യാപിറ്റൽ സിറ്റുവേറ്റഡ് ഓൺ ദ സദേൺ സോപ്പ് ഓഫ് ആൽബ്രോസ് മൗണ്ടെയിൻ. നമ്മൾ കണ്ടില്ലേ, നോർത്തേൺ മൗണ്ടെയിൻ ആയി കണ്ടില്ല, ആൽബ്രോസ് സെറ്റിന്റെ ബേസിക്കലി സദേൺ. ഇവിടെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, തെഹ്റാൻ വരുന്നത്. ബേസിക്കലി ഈ ഒരു റീജിയനിലായിട്ടായിരിക്കും തെഹ്റാൻ. ഓക്കെ, സോ നോക്കി വെക്കുക, നിങ്ങളെ മാപ്പിൽ ഇതിൽ അടയാളപ്പെടുത്തി വെക്കുക. This is the capital of Iran, not this side. ഇവിടെയാണ് വിചാരിക്കരുത്. എവിടെയാണ് തെഹ്റാൻ എന്ന ക്യാപിറ്റൽ എന്താണ്, ഇവിടെ താഴെയാണ് കേട്ടോ ഉള്ളത്. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ ടൗൺ ആണ്, ഒരു സിറ്റിയാണ്, ബേസിക്കലി കോസ്റ്റൽ ടൗൺ ആണ് മിനാബ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി മിനാബ് ഈസ് ആക്ച്വലി ഹിയർ ഇറ്റ് ഈസ് മിനാബ്. Okay, Minab it's a coastal town here. It is here, Minab. Okay, Minab is a coastal town. So this is also very important town of Iran. Okay, so adum diya orthu kato. Minab. Okay, Minab. Okay, so Minab our coastal town ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. Okay, so operation
എപ്പിക് ഫ്യൂരി പറഞ്ഞു, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പറഞ്ഞു, റോയറിംഗ് ലയൺസിന്റെ കാര്യം പറഞ്ഞു, ഫോർഡോ പറഞ്ഞു, നഡൻസ് പറഞ്ഞു, ടെറാന്റെ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞു, അൽബ്രോസ് മൗണ്ടന്റെ സദേൺ സ്ലോപ്ല എന്ന് പറഞ്ഞു, മിനാം മീൻസ് സദേൺ കോസ്റ്റൽ സിറ്റി നിയർ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഹൗസിംഗ് IRGC. ബേസിക്കലി എന്താണ് ഈ IRGC എന്താണെന്ന് ഞാൻ പറയാം. സോ IRGC മീൻസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ്. ഇവരാണ് ബേസിക്കലി ഇവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഈ നമ്മുടെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ക്രോസ് ചെയ്യുന്ന ടീം ഇവരാണ്. ഇപ്പൊ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിനോട് അടുത്തുള്ള ഒരു കോസ്റ്റൽ സിറ്റിയാണ് ബേസിക്കലി മിനാബ്. സോ ഈ മിനാബ് ബേസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, IRGC ആരാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ്, ഗാർഡ് കോപ്സ് ആണ്. സോ വി വിൽ ഡിസ്കസ് ഡീറ്റെയിൽ അബൌട്ട് വാട്ട് ഇസ് IRGC ആൻഡ് ഹൗ ദിസ് ഇസ് ദെയർ ഫംഗ്ഷൻ ആൻഡ് ഓൾ. സോ അതെന്താണ് ബേസിക്കലി അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവര് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് ഓൾസോ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, ബേസിക്കലി ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ എങ്ങനെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനെ രണ്ടായിട്ട് വിളിക്കാം. ഒന്നെങ്കിൽ ബേസിക്കലി ഷിയ ക്രസന്റ് എന്ന് വിളിക്കാം. സോ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗോൾഡൻ ക്രസന്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഗോൾഡൻ ക്രസന്റ് എവിടെയാണ്, നമ്മുടെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഗോൾഡൻ ക്രസന്റ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ആണ് ഗോൾഡൻ ക്രസന്റ് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, ദർ ഈസ് എ ഷിയ ക്രസന്റ്. ഷിയ ക്രസന്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഈ പറയുന്ന രാജ്യങ്ങൾ, അതായത് ബേസിക്കലി ഈ നമ്മൾ നോക്കുക ഇറാൻ, ഇറാഖ്, സിറിയ, ഓക്കെ, ലെബനൻ ഒക്കെ കണക്ട് ചെയ്യുന്ന ഏരിയാസിനെയാണ് ബേസിക്കലി ഷിയ ക്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷിയ ക്രസന്റില് ബേസിക്കലി എന്താണ്, ദർ ഈസ് ആക്സിസ്, ഇവരെന്ത് വിളിക്കാം, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷിയ ക്രസന്റ്. ഓക്കെ, ഷിയ ക്രസന്റ്. സോ വെരി ഇമ്പോർട്ടന്റ് റീജിയൻ. സോ അങ്ങനെ വേണമെങ്കിൽ ഷിയ ക്രസന്റ് റീജിയൻ ചോദിക്കാം. ഇനി ഈ ഷിയ ക്രസന്റ് റീജിയനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഡിറ്ററൻസ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇവർ റീജിയണൽ ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം IRGC ഗാർഡ് ഫോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. IRGC ഗാർഡ് ഫോഴ്സ് എന്താണ്, ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ IRGC ഗാർഡ് ഫോഴ്സസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് എന്ത് ചെയ്യുന്നു, ബേസിക്കലി കൺട്രോൾഡ് ബൈ കുർദ് ഫോഴ്സ്, ഖുദ്സ് ഫോഴ്സ് ആണ്. ഓക്കെ, QUDS, ഖുദ് ഫോഴ്സ് ആണ് ബേസിക്കലി ആരെ മാനേജ് ചെയ്യുന്നത്, ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനൊക്കെ മാനേജ് ചെയ്യുന്നത്. ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ യുവർ പ്രിലിംസ്. ഓക്കെ, സോ റിപ്പീറ്റഡ് ആയിട്ട് യൂസിലുള്ളതാണ്. ദീസ് ആർ ദ ഓൾ ഷിയ കമ്മ്യൂണിറ്റി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഈസ് ഹമസ്. ഹമസിൻ നിങ്ങൾക്ക് അറിയാം എവിടെയാണ് അല്ലെ, ഹമസ് വിൽ ബി ഗസ. ഓക്കെ, ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ, ഗസ. ഓക്കെ, അതറിയാലോ ഹമസ്. അതേപോലെ തന്നെ ഹൗദീസ് ആരായിരിക്കും, ബേസിക്കലി യമൻ. So Houthis are present in Yemen. Then Hezbollah is present in basically Lebanon. Okay, so these are the major non-state actors. Okay, controlled by Quds force. So Quds force ആണ് basically എന്ത് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഷിയ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ഡൊമിനേറ്റഡ് ബൈ ഷിയ സെക്ട്. ഷിയ കമ്മ്യൂണിറ്റിന്റെ ഡൊമിനൻസ് ഉള്ള സ്ഥലങ്ങളാണ്. സോ ദിസ് ഈസ് കംസ് ഫ്രം ഇറാൻ ടു ഇറാഖ് ആൻഡ് സിറിയ ടു ലെബനോൺ. ഈ പ്ലേസസ് ആണ് ബേസിക്കലി എന്ന് പറയുന്നത് ഷിയ ക്രസന്റ് പ്ലേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഹൗദിയിൽ തന്നെ ബേസിക്കലി ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇവർ കമ്മ്യൂണിറ്റി പേര് ചോദിക്കാറുണ്ട്. സോ ഹൗദീസ് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗദി സെയ്ദി ഷിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഹൗദിയിലുള്ളത്. സെയ്ദി ഷിയ ഒരു പ്രാവശ്യം UPSC ചോദിച്ചതാണ് പണ്ട്. സോ ഹൗദി തന്നെ സെയ്ദി ഷിയ ആണ് ബേസിക്കലി എവിടെയുള്ളത്, യമനിലുള്ളത് കേട്ടോ. ഹൗദീസ് തന്നെ ഷെയ്ദി ഷിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അസറാസ് എന്ന് പറയുന്ന അസാറസ് കമ്മ്യൂണിറ്റി നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. ഷിയ കമ്മ്യൂണിറ്റിയാണ്. ഷിയ മൈനോറിറ്റി അഫ്ഗാനിസ്ഥാൻ താലിബാൻ എടുത്ത സമയത്ത് അസാറസ് കമ്മ്യൂണിറ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ആർ അഗെയിൻ ഷിയ കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൈറ്റ് റണ്ണർ ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കൈറ്റ് റണ്ണർ, ഓക്കെ, കൈറ്റ് റണ്ണർ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ കുട്ടി ബേസിക്കലി ഹസാറസ് കമ്മ്യൂണിറ്റി ഉള്ളതാണ്. ആ ബുക്ക് വായിച്ചവർക്ക് ചിലപ്പോൾ കണക്ട് ആവുന്നുണ്ടാവും. സോ ഹസാറസ് കമ്മ്യൂണിറ്റിയിലുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അഫ്ഗാനിസ്ഥാൻ ഷിയ കമ്മ്യൂണിറ്റിയാണ് ബേസിക്കലി. അപ്പം ഇതാണ് ബേസിക്കലി ആക്സസ് ഓഫ് ഇവർ. അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഇറാന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ഡെറ്ററൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബൈ ക്രിയേറ്റിംഗ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഏതൊക്കെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പഠിച്ചു വെച്ചാൽ ഹമസ് ഇൻ ഗസ, ഹൗദീസ് ഇൻ യമൻ, ഹെസ്ബുള്ള ഇൻ ലെബനൻ ആൻഡ് ബേസിക്കലി എന്താണ് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവർക്കെതിരെ അറ്റാക്ക് നടത്തുന്നത്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്, IRGS. ഓക്കെ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് ആണ്, ഗാർഡ് കോപ്സ് ആണ് ബേസിക്കലി IRGC എന്ന് പറയുന്നത്. സോ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഖുദ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കംപ്ലീറ്റ്ലി കമാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെന്താണ് ബേസിക്കലി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഓക്കെ, സോ സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ നമുക്ക് കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്താണ്, ഇറ്റ് ഈസ് എ നാരോ വാട്ടർ വേ കണക്റ്റിംഗ് ബിറ്റ്വീൻ പേർഷ്യൻ ഗൾഫും
അതേപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനും അല്ലെ. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് നിങ്ങൾക്ക് എല്ലാവരും കണ്ടതായിരിക്കും. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അഗെയിൻ അല്ലെ, ഇതാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഈ മൊന ഈ ഒരു ഗ്യാപ്പാണ് ബേസിക്കലി എന്താ പറയുക സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പേർഷ്യൻ. ഇത് എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കണക്ടിങ് ബിറ്റ്വീൻ പേർഷ്യൻ ഗൾഫ് ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ ഓഫ് അറേബ്യൻ സീ. അപ്പൊ എന്ത് ചെയ്തത്? പറന്നു പോകരുത്. പേർഷ്യൻ ഗൾഫും എന്താണ് ഒമാനുമാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ബേസിക്കലി ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ കൺട്രോൾ ചെയ്യുന്ന, മീൻസ് അതിന്റെ ഓപ്പോസിഷൻ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഇറാൻ ആൻഡ് ഒമാൻ. UAE ഉണ്ടോ? UAE is actually very located to Strait of Hormuz, but it is not part of the Strait of Hormuz choke point. Okay, UAE വരുന്നത് ഈ പൊസിഷനിലാണ് UAE വരുന്നത്. ഈ ചോക്ക് പോയിന്റിൽ ആര് വരുന്നില്ല? ബേസിക്കലി UAE വരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് UAE ഉണ്ടെന്ന് വിചാരിക്കുന്നത് ചോക്ക് പോയിന്റിൽ. സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ ചോക്ക് പോയിന്റ് ആക്ച്വലി ചോക്ക് പോയിന്റ് ഏരിയയിലുള്ളത് ആരൊക്കെയാണ്? ഇറ്റ് ഈസ് ഒമാൻ ഫ്രം ദ സൗത്ത് ആൻഡ് ബേസിക്കലി ഇറാൻ ഫ്രം ദി നോർത്ത്. ഓക്കെ, ഇവർ രണ്ടുമാണ് ബേസിക്കലി ചോക്ക് പോയിന്റിലുള്ളത് കേട്ടോ. സോ ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് ഒമാൻ. ഓക്കെ, ആൻഡ് UAE is kind of this is UAE. ഓക്കെ, സോ ചോക്ക് പോയിന്റ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. ഇവിടെ ആരൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ദിസ് ഈസ് ഒമാൻ ഫ്രം ദ സൗതേൺ സൈഡ് ആൻഡ് ഫ്രം ഇറാൻ ഫ്രം ദി നോർത്തേൺ സൈഡ്. ഓക്കെ, ശരി. ഇതിന്റെ വേറൊരു പ്ലേസ് ഇപ്പൊ ബേസിക്കലി ഇതെന്താണ്? ബേസിക്കലി ഇതിന്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് ഇത് ഒമാനാണ്. ഈ മഞ്ഞ കാണുന്നുണ്ടോ? ഇത് ഒമാനാണ്. ദിസ് ഈസ് ദി ചോക്ക് പോയിന്റ്. ആൻഡ് ഇറാൻ എന്താണ്? ബേസിക്കലി ഇറാഖ് എന്താണ്? ബേസിക്കലി ഇതിനകത്ത് ഇറാൻ എന്താണ് ചെയ്യുന്നത്? ക്ലാസ്സിലാണ് ഇതിനകത്ത് ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? UAE എന്താണ്? ബേസിക്കലി UAE ഈ സൈഡിലാണ് ബേസിക്കലി വരുന്നത്. സോ ചോക്ക് പോയിന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നില്ല? UAE വരുന്നില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സോ അത് ഓർത്ത് വെക്കുക. അതിനകത്ത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 33 കിലോമീറ്റർ ആണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വരുന്നത്. ഇറ്റ് ഈസ് എ 33 കിലോമീറ്റർ വൈഡ് പാസേജ് ആണ് കണക്ടിങ് പേർഷ്യൻ ഗൾഫ് ടു ഗൾഫ് ഓഫ് ഒമാൻ ഇൻ ദി അറേബ്യൻ സീ. ഓക്കെ, ഇതിന്റെ എക്കണോമിക്കൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ചില സമയത്ത് UPSC അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാറുണ്ട്. 20% ഓഫ് ദ വേൾഡ് ഓയിൽ കൺസപ്ഷൻ എവിടെ നിന്നാണ് നടക്കുന്നത്? ഈ പർട്ടിക്കുലർ പ്ലേസസ് നിന്നാണ്. സോ 20% ഓഫ് ദി വേൾഡ് ഓയിൽ കൺസപ്ഷൻ ഫ്രം സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആണ്. ഓക്കെ, വേൾഡ് ഓയിൽ കൺസപ്ഷൻ കേട്ടോ. അതേപോലെ തന്നെ 20 to 30% ഓഫ് ദി ഗ്ലോബൽ LNG 20 to 30% ഓഫ് ദി ഗ്ലോബൽ LNG എവിടെ നിന്നാണ് നടക്കുന്നത്? ട്രേഡ് ഹാപ്പൻ ത്രൂ ദി സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. 30% ഓഫ് ദി നമ്മളുടെ ഇന്ത്യന്റെ ആണെങ്കിൽ 50% ഓഫ് മോർ ദാൻ 50% LNG വി ആർ ഡിപെൻഡഡ് ഓൺ സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഓക്കെ, 57 എക്സാക്ട്ലി. അതേപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഹാൻഡിലിംഗ് ദി it is also handling the 50% of the global aluminum trade. Strait of Hormuz 15% of the global aluminum trade. Okay, so അതേപോലെ തന്നെ ഫെർട്ടിലൈസർ നോക്കുകയാണെങ്കിൽ 1/3 of the global fertilizer export. 1/3 of global fertilizer export. So 1/3 of global fertilizer export. ഇന്ത്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 50 to 40% of crude India is importing from this particular region. Okay, Indian crude എന്താണ്? ബേസിക്കലി 40 to 50% എന്താണ്? ബേസിക്കലി റൂട്ടഡ് ത്രൂ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് റീജിയൻ ആണ്. ഇന്ത്യയുടെ LNG നോക്കുകയാണെങ്കിൽ മോർ ദാൻ 50% ഓഫ് LNG എന്താണ്? ഇവിടുന്നാണ്. LPG നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. എന്താണ്? 80% ഓഫ് ഇന്ത്യസ് LPG കംസ് ഫ്രം ദിസ് പർട്ടിക്കുലർ റൂട്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ട്രേഡ് നോക്കി ഇതാണ് ഗ്ലോബൽ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഗ്ലോബൽ എന്താണ്? 20% ഓഫ് ദ ഗ്ലോബൽ ഓയിൽ കൺസപ്ഷൻ, 20 to 30% ഓഫ് ദ ഗ്ലോബൽ LNG കൺസപ്ഷൻ ആൻഡ് 15% ഓഫ് ദ ഗ്ലോബൽ അലൂമിനിയം ട്രേഡ്. അതേപോലെ തന്നെ എന്താണ്? 1/3 ഓഫ് ഗ്ലോബൽ ഫെർട്ടിലൈസർ ട്രേഡ്. അതേപോലെ തന്നെ 20% ഓഫ് ദ വേൾഡ് ഓയിൽ കൺസപ്ഷൻ. അത് ഓൾറെഡി പറഞ്ഞു അല്ലെ, 1/3 ഓഫ് ദ ഗ്ലോബൽ ഫെർട്ടിലൈസർ. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 40 to 50% ഓഫ് ദ ഗ്ലോബൽ ഇന്ത്യയുടെ ക്രൂഡ് ഇമ്പോർട്ട്. അതേപോലെ തന്നെ എന്താണ്? 50% ഓഫ് ഇന്ത്യയുടെ LNG. അതേപോലെ തന്നെ 80% ഓഫ് ദി LPG എന്താണ്? ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ നിന്നാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്? അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്, there are digital connectivity issue. Many undersea cables are going through Strait of Hormuz. Okay, digital connectivity നിങ്ങൾക്ക് അറിയാലോ, ഇന്റർനെറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അണ്ടർസീ ആണ് അല്ലെ. സോ ഡിജിറ്റൽ കണക്ടിവിറ്റി കേബിൾസ് ഈ സീയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഗ്ലോബൽ ഡിജിറ്റൽ കണക്ടിവിറ്റിന്റെ ഭാഗമായിട്ട് അണ്ടർസീ കേബിൾസ് പേർഷ്യൻ ബേസിക്കലി എന്താണ്? സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ പോകുന്നുണ്ട്. ഇനി ബൈ ചോക്കിംഗ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് which all countries are completely trapped? ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയിട്ടുണ്ടാവുക? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയി പോകും? മാപ്പ് കാണണോ? ഇനി പറയാലോ.
ഇതിനകത്ത് ഇല്ല അല്ലെ എല്ലാരും? വലിയതായിട്ട് കൊടുത്തിട്ട് കാണാം. ഏതൊക്കെ രാജ്യങ്ങൾ പോകും? ഓക്കെ, ഖത്താർ, പിന്നെ ഖത്താർ പോകുന്നു പറഞ്ഞു, പിന്നെ ഖത്താർ മാത്രമേ പോകുള്ളൂ. ഇറ്റ് ഈസ് ആരൊക്കെയായിരിക്കും? UAE വരില്ല. പിന്നെ ആരൊക്കെയാണ്? ബേസിക്കലി ഇറ്റ് ഈസ് ഖത്താർ, ബഹ്റൈൻ, കുവൈത്ത്. ഈ 3 രാജ്യങ്ങളായിരിക്കും കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയി പോവുക ഇഫ് ദ സ്റ്റേറ്റ് ഓഫ് ചോക്ക് പോയിന്റ് എന്താണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുവൈത്ത്, അതല്ലെങ്കിൽ ഖത്താർ, കുവൈത്ത് ആൻഡ് ബഹ്റൈൻ. സോറി, ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബേസിക്കലി ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഖത്താർ, ദെൻ ബഹ്റൈൻ, ദെൻ കുവൈത്ത്. ഓക്കെ, ഈ 3 രാജ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക? ട്രാപ്ഡ് ആയിട്ട് പോവുക എന്നുള്ളത് ഓർത്തു. ഖത്താർ, കുവൈത്ത്, ബഹ്റൈൻ. ഖത്താർ, ബഹ്റൈൻ, കുവൈത്ത്. ഓക്കെ, ഏത് ഓർഡറിലാണെങ്കിൽ ഈ 3 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുക? ഇതില് ട്രാപ്പ് ആയി പോവാ. ബാക്കി അപ്പൊ സൗദി അറേബ്യക്കൊക്കെയോ? സോ ദേ ഹാവ് ബേസിക്കലി എന്താണ്? ദേ ഹാവ് എ pipeline. So they have an alternative pipeline route. So if you look at Saudi Arabiaന്റെ pipeline നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് ഒരു വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതെന്താണ് ഈ വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈനിന്റെ പ്രശ്നം? കാരണം എന്താണ്? ആക്ച്വലി സൗദി അറേബ്യ ഇതിന്റെ എല്ലാ ഓയിൽ റിസർവ് എവിടെയാണ് കിടക്കുന്നത്? ഈ നോർത്തേൺ പാർട്ടാണ് കിടക്കുന്നത്. ഇവിടെയാണ് ഈ ഓയിൽ റിസർവ് ഉള്ളത്. ഇവിടെയല്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇതിലൂടെ ബേസിക്കലി നമുക്ക് സൂയിസ് കനാലിലൂടെ അങ്ങ് കൊണ്ടുപോകായിരുന്നു. പക്ഷെ എന്താണ്? ഇവിടെയാണ് റിസർവ് എടുക്കുന്നത്. അപ്പൊ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഇതിൽ കൂടെ വേണം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സൗദി അറേബ്യക്ക് എന്തുണ്ട്? ദർ ഇസ് എ പൈപ്പ് ലൈൻ. ഇറ്റ് ഈസ് എ വെസ്റ്റ് ഈസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ആണ്. സോ ഈ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക്കലി ഇവർക്ക് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഓയിൽ പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട്, വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് ദാറ്റ് കണക്ട് ടു റെഡ് സീ. സോ സൗദി അറേബ്യ എന്ത് ചെയ്യില്ല? ട്രാപ്ഡ് ആവില്ല. കാരണം സൗദി അറേബ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈപ്പ് ലൈനിലൂടെ റെഡ് സീയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ UAEക്കും എന്താവാൻ പറ്റില്ല? ട്രാപ്പ് ആവില്ല. കാരണം UAEക്ക് ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട്? ഗൾഫ് ഓഫ് ഒമാനിലേക്കുള്ള ഫുജൈറ ഫോർട്ടിൽ കണക്ഷൻ ഉണ്ട്. കണ്ടോ? കാരണം ഇവിടെയാണ് ഗൾഫ് ചോക്ക് പോയിന്റ് വരുന്നത്. പക്ഷെ UAEക്ക് എന്താണ്? ഇങ്ങനൊരു പോസ്റ്റ് എന്തുണ്ട്? ബോർഡർ ഉണ്ട്. അപ്പൊ ഗൾഫ് ഓഫ് ഒമാനിൽ ആക്ച്വലി ആർക്ക് ബോർഡർ ഉണ്ട്? ആക്ച്വലി UAEക്ക് ബോർഡർ ഉണ്ട്. അപ്പൊ അതേ കുറെ പേർക്ക് അത് അറിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുജൈറ പോർട്ട് വരുന്നത് എവിടെയാണ്? ഫുജൈറ പോർട്ട് ഈസ് ആക്ച്വലി ഔട്ട്സൈഡ് ദ ചോക്ക് പോയിന്റ് ആണ്. സോ ഇവർക്ക് എന്തുണ്ട്? ദേ ഓൾസോ ഹാവ് എ കണക്ടിങ് ബേസിക്കലി പൈപ്പ് ലൈൻ. ഓക്കെ, ഫുജൈറ പോർട്ടുമായിട്ട്, പോർട്ട് ഓഫ് ഫുജൈറയുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഗൾഫ് ഓഫ് ഒമാനിലുള്ള പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പം അവർക്കും എന്ത് ചെയ്യില്ല? അവർക്കും ഇമ്പാക്ട് ചെയ്യും. പക്ഷെ എന്താണ്? ഹെവി ഇമ്പാക്ട് വരില്ല. കാരണം ദേ ക്യാൻ ഓൾസോ എക്സ്പോർട്ട് ദെയർ ഓയിൽ ബൈ ത്രൂ ദി എന്താണ് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഗൾഫ് ഓഫ് ഒമാനിലേക്ക് ഫുജൈറ പോർട്ട്. ഫുജൈറ പോർട്ട് ഓഫ് എവിടെയാന്ന് നോക്കി വെക്കണം. ഫുജൈറ പോർട്ട് ഈസ് ഔട്ട്സൈഡ് ദി ചോക്ക് പോയിന്റ്. ഇറ്റ് ഈസ് ദി ഗൾഫ് ഓഫ് ഒമാൻ. ഓക്കെ, സോ ഫുജൈറ പോർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവരുടെ ഇതാണ് ബേസിക്കലി എന്താണ്? This is basically എന്താണ്? This is Abshan Fujairah pipeline. Okay, this is UAE pipeline, Abshan Fujairah pipeline. So opening directly into Gulf of Oman. So Fujairah പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻ ആണ് ഇത്, അബ്സാൻ ഫുജൈറ പൈപ്പ് ലൈൻ. അതേപോലെ തന്നെ സൗദി അറേബ്യന്റെ പൈപ്പ് ലൈൻ ആണ് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ. ദിസ് ഈസ് ഫുജൈറ പൈപ്പ് ലൈൻ. ഓക്കെ, ദിസ് ഈസ് അബ്സാൻ ഫുജൈറ പൈപ്പ് ലൈൻ. ദിസ് ഈസ് വെസ്റ്റ് ഈസ്റ്റ് pipeline of Kingdom of Saudi Arabia. So they can also bypass the Gulf of Persian Gulf. അപ്പൊ ഇവരെന്ത് ചെയ്യില്ല? ഇതിൽ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആവുന്ന കൺട്രീസ് എന്ന് പറയുമ്പോൾ എല്ലാരെയും പോയി എഴുതരുത്. ആരൊക്കെ ഉള്ളൂ? 3 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഖത്താർ, അതേപോലെ തന്നെ ബഹ്റൈൻ ആൻഡ് കുവൈത്ത്. ഈ 3 രാജ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ഇതിനകത്ത് ട്രാപ്ഡ് ആയി പോവാ കേട്ടോ. ഇനി ഇതിനകത്ത് ബേസിക്കലി US പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഇറാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഈസ് ഓൺലി അറ്റാക്കിംഗ് ദി ബേസസ് ഓഫ് എന്താണ് GCC കൺട്രീസിലുള്ള US-ന്റെ ബേസസ് മാത്രമേ ആര് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ? ഇവര് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. സോ ബേസസ് ഓഫ് US ഇൻ GCC കൺട്രീസ് അഗെയിൻ ഈസ് ബിക്കം ഇമ്പോർട്ടന്റ്. സോ ദർ ആർ മേജർ ബേസസ് ആണുള്ളത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ UAE-ലെ മേജർ ബേസസ് ആണ് ജബൽ അലി പോർട്ട്. ജബൽ അലി പോർട്ട് എന്താണ്? ഇറ്റ്സ് എ മേജർ ബേസ് ആണ്, US ബേസ് ആണ്, US നേവൽ ബേസ് ആണ് ജബൽ അലി പോർട്ട്. അതേപോലെ തന്നെ അൽ ദഫ്ര എയർബേസ്. സോ US-ന്റെ എയർബേസും ഉണ്ട്. എവിടെയുണ്ട്? UAE-ലുണ്ട്. അതേപോലെ തന്നെ ജബൽ അലി പോർട്ട് എവിടെയുണ്ട്? UAE-ലുണ്ട്. സോ ജബൽ അലി പോർട്ട് ഇൻ UAE. ഈ പോർട്ടുകളൊക്കെ പേരുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അറ്റാക്ക് നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ജബൽ അലി പോർട്ട്, അതേപോലെ തന്നെ ദഫ്ര എയർബേസസ്, ഇത് UAE-ലാണ് ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഖത്താറിലുള്ള ബേസിക്കലി എന്താണ്? ബേസിക്കലി ഖത്താറിലാണ് അൽ ഉദൈദ് എയർബേസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് US സെൻട്രൽ കമാൻഡ്. ഓക്കെ, US സെൻകോമിന്റെ ഭാഗമാണ്. ഖത്താറിലെ എയർബേസ് ആണ് ഇത്. ബേസിക്കലി അൽ ഉദൈദ് എയർബേസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് US സെൻട്രൽ കമാൻഡ്. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് US സെൻട്രൽ കമാൻഡ് അൽ ഉദൈദ്. ഇവിടുന്നാണ് ബേസിക്കലി എയർ അറ്റാക്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൻകോം കമാൻഡ് ആണ്, സെൻട്രൽ കമാൻഡ് ആണ് US-ന്റെ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ബഹ്റൈൻ ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടന്റ്. ബഹ്റൈൻ ഹോസ്റ്റ് ദി US 5th fleet. സോ US 5th fleet headquartered in actually എവിടെയാണ്? ബഹ്റൈൻ ആണ്. ഇത് ഈസ് ഓൾസോ പാർട്ട് ഓഫ് US
സെൻട്രൽ കമാൻഡ്. ഓക്കെ, സോ UN സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്താണ് ബേസിക്കലി ഇത് US 5th ഫ്ലീറ്റ് ചെയ്യുന്നത് ബഹ്റൈനിലാണ്. സോ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എന്താണ്? US ഹാസ് 11 ഫ്ലീറ്റ്സ്. ഇങ്ങനെ, അതായത് പല US പണി കണ്ട ബേസിക്കലി നമ്മൾ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നൊക്കെ പറഞ്ഞ് ചൈനയുടെ കാര്യത്തിൽ പറയും. എന്നിട്ട് ചൈനയ്ക്ക് ആകെയുള്ള നേവൽ ബേസ് ഏതാണ്? ബേസിക്കലി ജിബൌട്ടി. ഓക്കെ, പക്ഷെ US ഓൾ അക്രോസ് ദ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 700 ആർമി ബേസസ് ഉണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അപ്പം ബേസിക്കലി നമ്മൾ എന്താ, ഇറ്റ് ഈസ് ഓൾ നരേറ്റീവ്. ഓക്കെ, ആരാണ് ഭീകരൻ എന്നുള്ളതിന് നമ്മൾ നരേറ്റീവ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ബേസിക്കലി വേൾഡ് വിശ്വസിക്കുക. അപ്പൊ നമ്മൾ പറയാണ് ആയത്തുള്ള ഖമേനിയാണ് ഇവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും ആയത്തുള്ള ഖമേനിയാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും എന്തെങ്കിലും പുതിയ നരേറ്റീവ് ഉണ്ട്. ഇപ്പൊ മുജിത്തബ ഖമേനിയാണ് ലോകത്തിലെ ഡെഡ്ലിയസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നു. ഇത് ആരുണ്ടാക്കുന്ന നരേറ്റീവ്? ഇത് US ഉണ്ടാക്കുന്ന നരേറ്റീവ് ആണ്. സോ ദാറ്റ് ദേ ക്യാൻ അറ്റാക്ക്. ഓക്കെ, സോ US ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ടഡ് in this country. No law is going to be applicable to them. So Bahrain എന്നാണ് US 5th ഫ്ലീറ്റ് ഉള്ളത്. It is also part of the UN Central Command. ഈ 5th ഫ്ലീറ്റിന്റെ മേജർ ഉദ്ദേശം, ഇത് വാറിന്റെ സമയത്ത് മാത്രമല്ല, ഇത് ഓൾറെഡി എന്താണ് 5th ഫ്ലീറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബഹ്റൈനിലാണ്. സോ എന്താണ് ഈ 5th ഫ്ലീറ്റിന്റെ ആക്ച്വൽ ഒബ്ജക്റ്റീവ്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു എൻഷുർ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഇൻ ദിസ് ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ അറേബ്യൻ സീ ഏരിയയിലൊക്കെ എന്താണ് ബേസിക്കലി. സോ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഈ 5th ഫ്ലീറ്റിന്റെ ബേസിക്കലി ബഹ്റൈനിലുള്ള 5th പ്ലേസിന്റെ സെൻട്രൽ കമാൻഡ് ഭാഗമായിട്ടുള്ളതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എൻഷുർ ഫ്രീഡം ഓഫ് നാവിഗേഷൻ. സോ ഫ്രീഡം ഓഫ് നാവിഗേഷൻ എൻഷുർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ദേ ആർ ആക്ച്വലി ലീഡിങ് ദി കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ്. ഓക്കെ, CMF കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ് എന്താണ് ലീഡ് ചെയ്യുന്നത്? ബേസിക്കലി ഈ 5th ഫ്ലീറ്റ് ആണ്. ഈ കമ്പൈൻഡ് മാരിടൈം ഫോഴ്സിൽ ആരൊക്കെ ഉണ്ട്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 40 കൺട്രീസ്. 40 കൺട്രീസിന്റെ ഗ്രൂപ്പാണ് ഇത് ബേസിക്കലി, ഗ്രൂപ്പ് ഓഫ് 40 കൺട്രീസ്. ഓക്കെ, സോ 40 കൺട്രീസ് ഇതിനകത്ത് ഉണ്ടാവും. ഇതിൽ ആരൊക്കെ ഉണ്ടാവും? ബേസിക്കലി ഇന്ത്യ ഉണ്ട്. ഓക്കെ, വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് 40 കൺട്രീസ്. ഓക്കെ, സോ ദേ ആർ വർക്കിംഗ് ടുഗദർ ഫോർ എന്തിനാണ്? ബേസിക്കലി കോംബാറ്റ് piracy and other illegal activities in this particular region. So this is against piracy and illegal activities. So combined maritime force ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ചെയ്യുന്നുണ്ട് ടു എന്താണ്? അഗെയിൻസ്റ്റ് എന്താണ്? പൈറസി ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റി ടു സെക്യൂർ ദി ഫ്രീഡം ഓഫ് നാവിഗേഷൻ. ഇന്ത്യ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് 40 ഗ്രൂപ്പ് കൺട്രി, ദാറ്റ് ഈസ് CMF, combined maritime force. Okay, so this is considered as one of the globally largest naval partnership ആണ്. 40 കൺട്രികളുള്ള ലാർജസ്റ്റ് ഗ്ലോബലി ലാർജസ്റ്റ് നേവൽ പാർട്ണർഷിപ്പ് ആണ്. ഇതിന്റെ അണ്ടറിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ആ ടാസ്ക് ഫോഴ്സ് അഗെയിൻ വെരി ഇമ്പോർട്ടന്റ് ഫോർ യു ഗൈസ്. ഇറ്റ് ഈസ് CTF 154. ഇറ്റ് ഈസ് എ ടാസ്ക് ഫോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് ആണ്. എന്താണ്? CMFന്റെ അണ്ടറിലുള്ള ടാസ്ക് ഫോഴ്സ് ആണ് CTF 154. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ്. ഇറ്റ് ഈസ് ആക്ച്വലി ലെഡ് ബൈ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയാണ് ഇതിന്റെ ഈ ടാസ്ക് ഫോഴ്സിനെ ലീഡ് ചെയ്യുന്നത്, ഇന്ത്യയാണ്. So CTF is a combined task force. CTF കുറെ CTF ഉണ്ട്. So CTF 154 is a combined task force led by India under CMF. Okay, and CMF is under 5th fleet of the basically എന്താണ് headquarters in Bahrain, 5th fleet of US. Okay, so അതെന്ത് ചെയ്യാം? ഓർത്തു വെക്കുക. ദിസ് ഫോക്കസ് എന്താണ്? ഇവരുടെ ഫോക്കസ് എന്താണ്? നമ്മുടെ ഫോക്കസ് എന്താണ്? നമ്മുടെ ഐഡിയ എന്താണ്? മാരിടൈം സെക്യൂരിറ്റി ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദി പർട്ടിക്കുലർ റീജിയൻ. ഓക്കെ, സോ ദിസ് ഈസ് അഗൈൻ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതാ ബേസിക്കലി ഇതാ പോർട്ടിൽ നിങ്ങൾക്ക് US ബേസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജബൽ അലി പോർട്ട് എവിടെയാണ്? UAE. അതുപോലെ അൽ ദഫാറ എയർബേസ് എവിടെയാണ്? UAE. അതുപോലെ തന്നെ അൽ ഉദൈദ് എയർബേസ് ആണ്, ഇറ്റ് ഈസ് ഖത്താർ. ഓക്കെ, ഇതെന്താണ്? ബഹ്റൈനിൽ എന്താണ്? ബേസിക്കലി നമ്മുടെ 5th ഫ്ലീറ്റിന്റെ ബേസിക്കലി എന്താണ്? 5th ഫ്ലീറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ബേസിക്കലി ബഹ്റൈനിലുള്ളത്. ആൻഡ് അലി അൽ സലാം എയർബേസസ് ആണ് കുവൈത്തിൽ ഉള്ളത്. ഓക്കെ, സോ ഉള്ളത് എന്താണ്? ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെയാണ് ആരൊക്കെ എയർബേസസ് ആണെന്നുള്ളത്, ഇതൊക്കെ അറ്റാക്ക് നടന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഇത് വൺ ഓഫ് ദ മേജർ പോർട്ടാണ് ബേസിക്കലി ദുഃഖം. നിങ്ങൾക്ക് അറിയാം ദുഃഖം ആരുടെ പോർട്ടാണ്? ബേസിക്കലി ദുഃഖം ഈസ് അഗെയിൻ ഈസ് എ പോർട്ട് ഓഫ് ഇൻ ഒമാൻ. ദുഃഖം പോർട്ട് ഈസ് ഇൻ ഒമാൻ. ഓക്കെ, ദുഃഖം പോർട്ട് ഇൻ ഒമാൻ. ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, ദുഃഖം പോർട്ട് ഇൻ ഒമാൻ, അത് ഓർത്ത് നോക്കുക കേട്ടോ. മാപ്പ് നോക്കുക, നോക്കിക്കോ. കാരണം കുറെ ഫാക്ട്സ് വരുമ്പോ ആ സ്റ്റോറി ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി another important aspect means basically ദുഃഖം പോർട്ട് ഒമാൻ ആണ്. ഒമാനിലെ ദുഃഖം പോർട്ട് ഈസ് ആക്ച്വലി അണ്ടർ ദി കൺട്രോൾ ഓഫ് US. ഓക്കെ, ഇനി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക്കലി അറ്റാക്ക് നടന്നിട്ടുണ്ട്. ദെൻ റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റി. റാസ് ലാഫൻ ഈസ് ആക്ച്വലി ഇൻ ഖത്താർ. ഇറ്റ് ഈസ് ദ വേൾഡ് സിംഗിൾ ലാർജസ്റ്റ് LNG ഫെസിലിറ്റീസ് ആണ് കേട്ടോ.
So there is a LNG shortage also. It is Ras Laffan. Ras Laffan is actually in Qatar. It is in Qatar. So this is the single largest LNG facility in the world. Okay. So അതെന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. ലാർജ് ഇങ്ങനെ LNGs ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ബേസിക്കലി. ഇനി ചോക്ക് പോയിന്റിനെ സംബന്ധിച്ചോളം ലീഗൽ ആസ്പെക്ട് ഓഫ് ചോക്ക് പോയിന്റ് എന്താ നമുക്ക് നോക്കാം. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചോദ്യങ്ങൾ വരാം. സോ ലീഗൽ ആസ്പെക്ട് ഓഫ് എ ചോക്ക് പോയിന്റ്. ലീഗൽ ആസ്പെക്ട്. ഓക്കെ, എന്താണ് ഇതിന്റെ ലീഗൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഇന്റർനാഷണൽ സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മൾ കഴിഞ്ഞ സൺഡേയിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ബേസിക്കലി എന്താണ് UN-C ക്ലോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? UN എല്ലാ ഓർഗനൈസേഷൻ ഡിസ്കസ് ചെയ്തു. സോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? UN-C ക്ലോസ്. യെസ്, വെരി ഗുഡ്. സോ ബേസിക്കലി എന്താണ് ഇറാൻ എന്തായിരുന്നു? ബേസിക്കലി C ക്ലോസ് ആണ്. UN സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, യുണൈറ്റഡ് നാഷൻ യുണൈറ്റഡ് നാഷൻ ബേസിക്കലി എന്താണ്? ലോ ഓഫ് സീ. ഓക്കെ, കൺവെൻഷൻ ഓഫ് ലോ ഓഫ് സീ. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി എന്താണ്? ഇവരാണ് ഇന്റർനാഷണൽ വാട്ടേഴ്സിലുള്ള ഫ്രീഡം ഓഫ് നാവിഗേഷന്റെ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇറാൻ എന്ത് ചെയ്തിട്ടില്ല? ഇറാൻ ആക്ച്വലി UN-C ക്ലോസ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദേ ആർ ആക്ച്വലി സൈൻഡ് ബട്ട് നോട്ട് റാറ്റിഫൈഡ്. അവരെന്ത് ചെയ്തിട്ടില്ല? റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രേറ്റ് എന്നുള്ളത് UN-C ക്ലോസിൽ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ UN-C ക്ലോസ് പ്രകാരം ഒരു സ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ചോക്ക് ചെയ്യാനോ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. സോ ആസ് പെർ C ക്ലോസ് എ സ്ട്രേറ്റ് ഷുഡ് നോട്ട് ചോക്ക്. സ്ട്രേറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് ചോക്ക് ഓർ എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ആസ് പെർ UN-C ക്ലോസ്. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ സ്ട്രേറ്റ് ഓഫ് ട്രാൻസിറ്റ്. ഓരോ ചോക്ക് പോയിന്റിന് എന്തായിട്ട് കണക്കാക്കണം? ബേസിക്കലി ആസ് പെർ UN ക്ലോസ് പ്രകാരം ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ഓഫ് ട്രാൻസിറ്റ്. ഓക്കെ, ട്രാൻസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ആസ് പെർ UN-C ക്ലോസ് പ്രകാരം, UN കൺവെൻഷൻ ഓഫ് ലോ ഓഫ് C ക്ലോസ് പ്രകാരം ഫ്രം സെക്ഷൻ ആർട്ടിക്കിൾ 37 to 44 പ്രകാരം, ആർട്ടിക്കിൾ 47 മുതൽ 44 ഇത് റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിൽ ഉണ്ടായതാണ്. ആർട്ടിക്കിൾ 37 to 44 പ്രകാരം സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ സ്ട്രേറ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇവർ പറയുന്ന സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഷുഡ് അലോ ട്രാൻസിറ്റ് പാസേജ്. straits are used for, they are saying that straits are used for international passage. It is our use of international passage and it should be it should allow transit. Okay, അപ്പൊ ഇന്റർനാഷണൽ ലോ പ്രകാരം രണ്ട് രീതിയിലാണ് ബേസിക്കലി എന്ത് ചെയ്യാന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. അത് ഇന്റർനാഷണൽ പ്രോഗ്രാം സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടെണ്ണം. ഒന്ന് റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജും ഉണ്ട്, അതേപോലെ തന്നെ റെജീം ഓഫ് ഇന്നസെന്റ് പാസേജും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഒന്ന് റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജും അതുപോലെ തന്നെ റെജീം ഓഫ് ഇന്നസെന്റ് പാസേജും. നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കണ്ടു അല്ലെ? എത്രയായിരുന്നു അതിന്റെ ഡിഫറൻസ്? ഗ്യാപ്പ് എത്രയായിരുന്നു? ബേസിക്കലി ഡിസ്റ്റൻസ് എത്രയായിരുന്നു? സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ ഡിഫറൻസ് 33 കിലോമീറ്റർ. വെരി ഗുഡ്. സോ 33 കിലോമീറ്റർ ആണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഡിഫറൻസ്. നമുക്ക് ഇന്റർനാഷണൽ ലോ ഓഫ് കൺവെൻഷൻ പ്രകാരം അല്ലെ, UN ക്ലോസ് പ്രകാരം ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 12 നോട്ടിക്കൽ മൈൽ അല്ലെ? ടെറിട്ടോറിയൽ വാട്ടർ എന്താണ്? 12 നോട്ടിക്കൽ മൈലാണ്. ഈ ടെറിട്ടോറിയൽ നോട്ടിക്കൽ മൈൽ ഇവിടെ ഇറാന്റെ ടെറിട്ടോറിയൽ നോട്ടിക്കൽ മൈലും അതേപോലെ തന്നെ ഒമാന്റെ ടെറിട്ടോറിയൽ നോട്ടിക്കൽ മൈലും എന്താണ്? ബേസിക്കലി രണ്ടുപേരും എന്താണ്? ഒന്നിച്ചാണ്. രണ്ടുപേരും എന്താണ്? ഓവർലേയിങ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്തില്ല? ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? രണ്ടും എന്ത് തന്നെയാണ്? ബേസിക്കലി ടെറിട്ടോറിയൽ വാട്ടർ ആണ്. കാരണം ഇറാന്റെ 12 നോട്ടിക്കൽ മൈൽസ് ഇവിടുന്ന് വരും, അതേപോലെ തന്നെ എന്ത് വരുന്നു? ബേസിക്കലി ഒമാന്റെ 12 നോട്ടിക്കൽ മൈൽസും രണ്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരില്ല? അവിടെ എന്തിനുള്ള സ്പേസ് ഇല്ല? പിന്നീട് ഇന്റർനാഷണൽ വാട്ടറിനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ആസ് പെർ UN ക്ലോസ് എവിടെ ആപ്ലിക്കബിൾ അല്ല? അത് നിങ്ങൾക്ക് അറിയാലോ. UN ക്ലോസ് എവിടെ ആപ്ലിക്കബിൾ അല്ല? ടെറിട്ടോറിയൽ വാട്ടറിൽ ആപ്ലിക്കബിൾ അല്ല. എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ? UN ക്ലോസ് ഈസ് ഓൺലി കൺട്രോളിംഗ് ദി ബേസിക്കലി ഹൈ സീസ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ UN ക്ലോസ് ഈസ് ബേസിക്കലി ഇതിനെ കൺട്രോൾ ചെയ്യുന്നില്ല. പക്ഷേ ആസ് പെർ UN ക്ലോസ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും UN ക്ലോസ് പറയുന്നത് ഒരു സ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഇമ്പോർട്ടന്റ് ട്രേഡ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ റെജീം ഓഫ് ട്രാൻസിറ്റ്. ഓക്കെ, സോ ദർ ഇസ് എ റെജീം ഓഫ് ട്രാൻസിറ്റ്. Should be considered a regime of transit.
ഇതിനൊരു ട്രാൻസിറ്റ് റെജീം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റെജീം ഓഫ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്റർനാഷണൽ വാട്ടർ പോലെ തന്നെ ഇതിനകത്ത് 12 നോട്ടിക്കൽ മൈൽസിൽ പോലെ എന്താണ് നമുക്ക് ഡൊമസ്റ്റിക് വാട്ടേഴ്സിൽ പോലെയല്ല, എന്ത് വേണം ചെയ്യാം, ഏത് ഷിപ്പിന് വേണമെങ്കിലും, ഈവൻ വാർ ഷിപ്പിന് വേണമെങ്കിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രേറ്റ് ഓഫ് ഇന്റർനാഷണൽ ട്രാൻസിലൂടെ പോവാം. ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ വാട്ടറിലൂടെ ഏത് യുദ്ധ കപ്പലിന് വേണമെങ്കിലും പോകാൻ പറ്റും, ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. കാരണം അതെന്താണ്, ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ് അല്ലെ, നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ അല്ല. അതേ ലോ തന്നെയായിരിക്കും എവിടെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക, സ്ട്രേറ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ സ്ട്രേറ്റ് പ്രകാരം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇന്ത്യന്റെ കാര്യം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ത്യന്റെ കാര്യത്തിൽ ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ്. ഈ 12 നോട്ടിക്കൽ മൈൽസിൽ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, സോ ഇവിടെയുള്ള ലോ എന്ന് പറയുന്നത് ബേസിക്കലി റെജീം ഓഫ് ഇന്നസെന്റ് ട്രാൻസിറ്റ് ആണ്. ഓക്കെ, റെജീം ഓഫ് ഇന്നസെന്റ് ട്രാൻസിറ്റ്. എന്താണ് റെജീം ഓഫ് ഇന്നസെന്റ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനുവദിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാലിഫൈഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊന്നും ഇതിലേക്ക് കയറാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചൈനയുടെ യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറയും പറ്റില്ല മക്കളെ, ടെറിട്ടോറിയൽ വാട്ടറിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയും. സോ നോ മാലിഫൈഡ് ഇന്റൻഷൻ ആയിട്ടുള്ള ഷിപ്പുകളെ നമ്മൾ കയറ്റാൻ പറ്റില്ല. അതേപോലെ ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ടെറിട്ടോറിയൽ വാട്ടർ ആണ്. ആൻഡ് UN ക്ലോസിന്റെ ലോ എന്തല്ല, ഇവിടെ അപ്ലിക്കബിൾ അല്ല. നമ്മൾ പണ്ട് ഇറ്റാലിയൻ എന്നുള്ള 2 ഷിപ്പിലുള്ള ആളുകൾ വെടിവെച്ചപ്പം 2 ഫിഷർമാനെ വെടിവെച്ചപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് ഓർമ്മയുണ്ടോ? അത് ശരിക്കും എന്താണ്, ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ ട്രയൽ ചെയ്യാൻ പറ്റിയത്? ബേസിക്കലി ബിക്കോസ് ഓഫ് ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ ദി എവിടെയാണ്, ബേസിക്കലി ഡൊമസ്റ്റിക് ടെറിട്ടോറിയൽ വാട്ടറിൽ സംഭവിച്ചുകൊണ്ടാണ്. അപ്പം ദർ ഈസ് എ പ്രൊവിഷൻ കോൾഡ് ഇന്നസെന്റ് ട്രാൻസിറ്റ്. ഇന്നസെന്റ് ട്രാൻസിൽ എന്താണ്, നമ്മൾ അലോ ചെയ്യുന്ന ഷിപ്പുകൾക്കും മർച്ചന്റ് ഷിപ്പുകളും വിത്ത് അവർ എന്താണ് പെർമിഷൻ എവിടെ കയറാൻ പറ്റും, ഇന്റർനാഷണൽ വാട്ടേഴ്സിലൂടെ, ടെറിട്ടോറിയൽ വാട്ടറിലൂടെ പോവാം. ദിസ് ഈസ് റെജീം ഓഫ് ഇന്നസെന്റ് ട്രാൻസിറ്റ്. ആ മറ്റേ റെജീം എന്താണ്, റെജീം ഓഫ് ബേസിക്കലി എന്താ, ട്രാൻസിറ്റ് പാസേജ്. ദിസ് ഈസ് ഇന്റർനാഷണൽ വാട്ടർ, റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജ്. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ആരെ അനുവാദം വേണ്ട. അപ്പൊ ചോക്ക് പോയിന്റ്സ് ഷുഡ് ബി കൺസിഡർ ആസ് പെർ UN ക്ലോസ് പ്രകാരം ചോക്ക് പോയിന്റ്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, അവിടെ സ്റ്റോക്ക് പോയിന്റ്സിനെ എല്ലാം എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ആർക്കും ചോക്ക് ചെയ്യാൻ പാടില്ല, ആർക്കും അനുവാദം മേടിക്കേണ്ട കാര്യമില്ല, ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർനാഷണൽ വാട്ടറിൽ പോകുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, പോവാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചോക്ക് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക്കലി ആസ് പെർ ദി UN ക്ലോസ് ലോ. ക്ലിയർ ആയോ? എന്താണ് റെജീം ട്രാൻസിറ്റ് പാസേജും ബേസിക്കലി റെജീം ഓഫ് ഇന്നസെന്റ് ട്രാൻസിറ്റ് എന്താന്ന് മനസ്സിലായല്ലോ. അപ്പം ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആർക്ക് പോവാം? ഇനി ഇഫ് എ സ്റ്റേറ്റ്മെന്റ് കംസ് ആസ് പെർ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് ലോ, എ മിലിറ്ററി ഷിപ്പ് ക്യാൻ പാസ് ത്രൂ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിടാൻ തോന്നും. പറ്റുമോ? ക്യാൻ ഇറ്റ് പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തരേ, പറ്റില്ലെങ്കിൽ ഇത് തരാം, പാസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജ് ആയിരിക്കണം. പക്ഷെ ഇതിന്റെ പാരഡോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് സിൻസ് വി ആർ നോട്ട് സൈൻ ദി UN ക്ലോസ്. ഓക്കെ, ഇറാൻ സൈൻ ചെയ്തു. സിൻസ് ഇറാൻ ഈസ് നോട്ട് റാറ്റിഫൈഡ്, UN ക്ലോസ് ഇറാൻ റാറ്റിഫൈ ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു, ആർക്ക് ആപ്ലിക്കബിൾ അല്ല, ബേസിക്കലി ഇറാൻ ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ഇറാൻ വിൽ കൺസിഡർ ദിസ് ഈസ് ആസ് എ റെജീം ഓഫ് ഇന്നസെന്റ്. ഓക്കെ, ഈ പാസേജിനെ ഇറാൻ എന്തായിട്ട് കാണുന്നത്, റെജീം ഓഫ് ഇന്നസെന്റ് പാസേജ് ആയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇതിനെ കാണുന്നത്. അതുകൊണ്ട് എന്താണ്, ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഇതിന്റെ പാരഡോക്സ് എന്താണ്, ഇറാൻ ഈ 12 നോട്ടിക്കൽ മൈൽസ് ആണ് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറഞ്ഞത് ആരാണ്? UN ക്ലോസ്. ഓക്കെ, UN ക്ലോസ് പറഞ്ഞു 12 നോട്ടിക്കൽ മൈൽസ് ആണ് നിങ്ങളുടെ ടെറിട്ടോറിയൽ വാട്ടർ. ഇറാൻ അക്സെപ്റ്റിംഗ് ദാറ്റ്, ബട്ട് ഇറാൻ നോട്ട് അക്സെപ്റ്റിംഗ് വാട്ട്, ഈ സ്ട്രേറ്റ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ട്രാൻസിറ്റ് പാസേജ് ആണ്, റെജീം ഓഫ് ട്രാൻസിറ്റ് പാസേജ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ പകുതി അക്സെപ്റ്റ് ചെയ്യും, പകുതി എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു പാരഡോക്സ്. ഓക്കെ, പക്ഷെ ഇറാൻ ഇപ്പൊ പറയുന്നത് എന്താണ്, സിൻസ് ഇറാൻ ഇസ് നോട്ട് റാറ്റിഫൈഡ് ദിസ് പർട്ടിക്കുലർ ട്രീറ്റി, വി ആർ നോട്ട് ബൗണ്ട് ബൈ ദി regime of transit passage, rather we will treat this as a regime of innocent passage. So we won't allow warship, we won't allow other ship to come, because you need to give us money, then only we will allow. Okay, that is what Iran is saying. Okay, so that is another important aspect. ഇനി അതേപോലെ തന്നെ അതിനകത്ത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ട്രേഡും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നതുകൊണ്ട് ഇനി വേറൊരു കാര്യം കിട്ടെ, ഇറാൻ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. US എന്താ പറയുന്നത്, US is saying that Iran is going against the regime of ട്രാൻസിറ്റ് പാസേജ് അല്ലെ, ട്രാൻസിറ്റ് പാസേജ് ലോ അണ്ടർ UN ക്ലോസ് എന്ത് ചെയ്യുന്നു, ഇറാൻ വയലേറ്റ് ചെയ്യുന്നു, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇതിനെതിരാന്ന് പറയുന്നതാണ് ബേസിക്കലി ആര് പറയുന്നത്, US പറയുന്നത്. അപ്പൊ നമ്മൾ US ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. US ഈസ് ഓൾസോ നോട്ട് സൈൻ ദ UN ക്ലോസ്. പക്ഷെ US എന്താണ്, എന്തും ആവാം. Okay, US can do anything. Even US is also not signed the UN clause, but US is saying that it is a customary passage.
US ഞങ്ങൾ സൈൻ ചെയ്തില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി, വർഷങ്ങളായിട്ട് ഇതെന്താണ്, ഇതിങ്ങനെയാണ് കസ്റ്റം. അപ്പൊ എന്താണ്, UN ക്ലോസിലെ നിയമം ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഈ പറയുന്ന US എന്ത് ചെയ്തിട്ടില്ല, അത് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസേജ് ഇന്റർഫറൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് US പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്യരുത്, നിങ്ങൾ മാറിപ്പോകരുത്. US എന്ത് ചെയ്തിട്ടില്ല, സൈൻ ചെയ്തിട്ടില്ല. ഇറാൻ മാത്രമല്ല, US സൈൻ ചെയ്തിട്ടില്ല. അത് ഓർക്കുക കേട്ടോ. ഇനി അനദർ ആസ്പെക്ട്, Israel and Iran, sorry, Israel and US, they do whatever they want. Nobody can stop them. Okay. And another thing is that ഇറാന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാ നോക്കാം. ഇറാനിൽ രണ്ട് രീതിയിലാണ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ വരുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ മിലിറ്ററി സ്ട്രക്ചർ ഉണ്ട്. മിലിറ്ററി സ്ട്രക്ചർ രണ്ട് രീതിയിലാണ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും രണ്ട് രീതിയിലാണ്. ഓക്കെ, മിലിറ്ററി സ്ട്രക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള ഫോഴ്സസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒരു ഫോഴ്സിന്റെ പേരാണ് അർത്തഷ്. അർത്തഷ് ആണ് ഇതെന്താണ്, ഇറാന്റെ നാഷണൽ ഫോഴ്സ്. ഓക്കെ, ദിസ് ഇസ് ദ കൺവെൻഷണൽ ആർമി. അതായത് സ്റ്റേറ്റിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, അർത്തഷ് ആണ്, കൺവെൻഷണൽ ആർമി ഓഫ് ഇറാൻ. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി ദേ വിൽ റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദി പ്രസിഡന്റ് ഓഫ് ഇറാൻ. സോ ദർ ഇസ് എ പ്രസിഡന്റ് ഇൻ ഇറാൻ. ഇറാനിലും ഡെമോക്രസി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇറാൻ ഇസ് എ എന്താണ്, തിയോക്രാറ്റിക് ഡെമോക്രസി കൺട്രി. സോ പ്രസിഡന്റ് ഇൻ ഇറാൻ, പ്രസിഡന്റ് ഓഫ് ഇറാനിലാണ് ഇവര് ഡയറക്ട് ചെയ്യുക. അർത്തഷ് ഈസ് ദി നാഷണൽ ആർമി. ആ രാജ്യത്തിന് നമ്മളിപ്പോ ഇന്ത്യൻ ആർമി ഒക്കെ പറയുന്ന പോലെ അർത്തഷ് ഈസ് ദ നാഷണൽ ആർമി. സോ കൺവെൻഷണൽ ആർമിയാണ്. ദേ വിൽ റിപ്പോർട്ട് ടു ദി ഡയറക്ട്ലി ടു ദി പ്രസിഡന്റ് ഓഫ് ഇറാൻ. ദാറ്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദി അർത്തഷ് ആർമി. ആൻഡ് അനദർ ഫോഴ്സ് ദാറ്റ് ഈസ് IRGC. നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താണ് ബേസിക്കലി, ഇറ്റ് ഈസ് എ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ദേ വിൽ റിപ്പോർട്ട് ടു ദി സുപ്രീം ലീഡർ. They will report to the, sorry, they will report to the supreme leader. അതായത് നമ്മുടെ ഇപ്പൊ ആണെങ്കിൽ മുസ്തഫ കമേനി. ഓക്കെ, ആരാണ് സുപ്രീം ലീഡർ? ഇവരുടെ ഐഡിയ എന്താണ്? ദേ വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദി ഇറാൻസ് ഇസ്ലാമിക് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ആർമിന്റെ പ്രത്യേകത. ഓക്കെ, ഇസ്ലാമിക് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊട്ടക്ട് ഇറാൻ ഇസ്ലാമിക് സിസ്റ്റം. ഓക്കെ, ഇസ്ലാമിക് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവരെന്താണ് ബേസിക്കലി ഈ ഫോഴ്സിന്റെ അണ്ടറിലാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത് ആര് കൺട്രോൾ ചെയ്യുന്നത്. ബേസിക്കലി ഈ ഫോഴ്സിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദേ വിൽ മാനേജ് ദി ഓൾ ദ പ്രോക്സീസ് അണ്ടർ ദിസ്. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ കണ്ട ഹെസ്ബുള്ള, ഹമസ്, അതേപോലെ തന്നെ എന്താണ് ഹൗദീസ് ഒക്കെ ഇതിന്റെ അണ്ടറിലാണ് വരിക. അവരുടെ ഐഡിയ എന്താണ്? ഷിയ ഇൻട്രസ്റ്റ്, ആ ഇറാൻ ഇസ്ലാമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, ഇൻട്രസ്റ്റ് കൊടുക്കുക. സോ മിലിറ്ററിയിൽ രണ്ട് രീതിയിലാണ് മിലിറ്ററി. ഒന്ന് അർത്തഷ്, അതേപോലെ തന്നെ IRGC. IRGC is being controlled by Quds ആണ് പ്രോക്സികളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദേ വിൽ റിപ്പോർട്ട് ടു ദി ഇസ്ലാമിക് സുപ്രീം ലീഡർ. ദിസ് പീപ്പിൾ വിൽ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇറാൻ. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് നോൺ ആസ് തിയോക്രാറ്റിക് ഡെമോക്രസി. തിയോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ഡെമോക്രസിയാണ്, തിയോക്രാറ്റിക് ഡെമോക്രസി. തിയോക്രാറ്റിക് ഡെമോക്രസിയിൽ എന്താണ്, ദർ ആർ ടു ലെവൽ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. വൺ ഈസ് അപ്പോയിന്റഡ്, അനദർ ഈസ് എലക്ടഡ്. രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുക. ഒരു സിസ്റ്റം എന്താണ് അപ്പോയിന്റഡ്, അനദർ ഈസ് എലക്ടഡ്. ഓക്കെ, അപ്പോയിന്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി തിയോക്രാറ്റിക് ബ്രാഞ്ച് ആണ്, റിലീജിയസ് ബ്രാഞ്ച് ആണ്. തിയോക്രാറ്റിക് ബ്രാഞ്ച് ആണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്ന ആള്. തിയോക്രാറ്റിക്, ഇവർക്ക് എലക്ഷൻ ഇല്ല, അപ്പോയിന്റിംഗ് ആണ്. ആൻഡ് ദേ എൻജോയ് കംപ്ലീറ്റ് വീറ്റോ പവർ. അത് ഓർത്ത് നോക്കുക, ദേ എൻജോയ് കംപ്ലീറ്റ് വീറ്റോ പവർ. ഓക്കെ, അബ്സല്യൂട്ട് വീറ്റോ. ദാറ്റ് മീൻസ് മുസ്തഫ കമേനി ആണ് ആരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബേസിക്കലി തിയോക്രാറ്റിക് അപ്പോയിന്റഡ് ഹെഡ് എന്ന് പറയുന്നത് മുസ്തഫ കമേനിയാണ്. ഓക്കെ, ദേ വിൽ എൻജോയ് കംപ്ലീറ്റ് വീറ്റോ പവർ. ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് ദി സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. നമ്മൾ പഴയ ആയത്തുള്ള കമേനി, സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. Okay, he enjoys absolute power. He can veto any decision. Okay, and under him there will be council, that is guardian council. എല്ലാം ഇറാന്റെ ഒരു ഗാർഡിയൻ ഫോഴ്സ്, ഗാർഡിയൻ ആ പേരുണ്ട്, അത് ഓർത്ത് വെച്ചാൽ മതി. സോ ഗാർഡിയൻ കൗൺസിൽ. സോ ദിസ് ഇസ്, ഈ ഗാർഡിയൻ കൗൺസിൽ വിൽ ബി ടു അസിസ്റ്റ് ദി സുപ്രീം ലീഡർ. ദിസ് ഇസ് ബീൻ അപ്പോയിന്റഡ് ബൈ ദി സുപ്രീം ലീഡർ ഹിംസെൽഫ്. സുപ്രീം ലീഡർ അപ്പോയിന്റ് ചെയ്യുന്നവരായിരിക്കും അവര്. ഇതാണ് ഒരു പോർഷൻ. എന്താണ് ഇവിടെ ബേസിക്കലി അപ്പോയിന്റഡ് ആണ്, തിയോക്രാറ്റിക് ആണ്, വീറ്റോ പവർ കംപ്ലീറ്റ് ഉണ്ട്, സുപ്രീം ലീഡർ ആയിരിക്കും ഹെഡ്, ഗാർഡിയൻ കൗൺസിൽ ഉണ്ടാവും. അതിന്റെ അണ്ടറിൽ ഗാർഡിയൻ കൗൺസിൽ ഈസ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി മച്ചാൻ തന്നെ, സുപ്രീം ലീഡർ തന്നെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അനദർ സിസ്റ്റം ഈസ് എലക്ടഡ് ഡെമോക്രസി, വോട്ടിംഗ് സിസ്റ്റം. ഔട്ട് ഓഫ് ദാറ്റ് ദർ വിൽ ബി പ്രസിഡന്റ്. സോ ഇതാണ് പ്രസിഡന്റ്. ഓക്കെ, ദിസ് ഈസ് പൊളിറ്റിക്കൽ വിങ്. പൊളിറ്റിക്കൽ വിങ്ങിൽ എന്താണ് പൊളിറ്റിക്കൽ. ഇവിടെ പാർലമെന്റ് ഉണ്ട്. ഈ പാർലമെന്റിന്റെ പേരാണ്, ഇറാൻ പാർലമെന്റിന്റെ പേരാണ് മജ്ലിസ്. സോ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. മജ്ലിസ്, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന വേദി. ഓക്കെ, മജ്ലിസ്, ഇറ്റ് ഈസ് ദ ഇറാൻ പാർലമെന്റ്. ഓക്കെ, മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇറാൻ പാർലമെന്റ് കേട്ടോ. ഇവരാണ് എന്ത് ചെയ്യുക, പൊളിറ്റിക്കൽ ഡിസിഷൻസിന്റെ കാര്യങ്ങൾ എടുക്കുക. പക്ഷേ വാട്ട് എവർ പൊളിറ്റിക്കൽ ഡിസിഷൻ ടേക്കൺ ബൈ ദ പ്രസിഡന്റ് വിൽ ഗോ ത്രൂ ദി അപ്പോയിന്റ്മെന്റ് ഹെഡ്.
he can veto any decision taken by the president. So absolute power ആരായി തന്നെയാണ് ബേസിക്കലി സുപ്രീം ലീഡറിന്റെ കയ്യിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഇവരെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഇനി ബേസിക്കലി അതിന് മുന്നേ ഇറാൻ, ഈ ക്രൈസിസിന് മുന്നേ ആണെങ്കിലും ഇറാന്റെ മുകളിൽ ആക്ച്വലി കംപ്ലീറ്റ്ലി ക്രൈസിസ് ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് അറിയാം, ഇറാൻ ആക്ച്വലി ഈവൻ ബിഫോർ ദ അറ്റാക്ക് ദർ വാസ് എ ഹൈപ്പർ ഇൻഫ്ലേഷൻ പീരീഡ്. ഓക്കെ, സോ ഇറാന്റെ എക്കണോമിക് കൊളാപ്സ്, എക്കണോമി എന്താണ് ഓൾറെഡി കൊളാപ്സ് ആയിരുന്നു. ദർ വാസ് എൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ. 42% ആയിരുന്നു ഇറാനിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി എക്കണോമി എന്ത്, റിയാൽ കൊളാപ്സ് ടു 1.4 million per US dollar. ഇന്ത്യ എത്രയാണ്, 92 രൂപ പെർ US dollar ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്, 1.4 million. ഒരു US dollar കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1.4 million എന്ന് പറയുമ്പോൾ ഒരു 10 സൂട്ട് കേസ് ഒക്കെ മേടിച്ചിട്ട് പോകണം. $1 കൊടുത്തു കഴിഞ്ഞാൽ 10 സൂട്ട് കേസിൽ നിങ്ങൾക്ക് ഇറാൻ മണിയായിട്ട് വരാം. ഓക്കെ, അത്രയും പൈസ ഇറാനിൽ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി അത്രയും ഇൻഫ്ലേഷൻ, ഹൈ ഇൻഫ്ലേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ദർ വാസ് എ ബാങ്ക് കൊളാപ്സ്ഡ്, അയാന്ത ബാങ്ക്. ഓക്കെ, അയാന്ത ബാങ്ക് കൊളാപ്സ് നടന്നിട്ടുണ്ടായിരുന്നു. 2025 ഈ കൊളാപ്സ്. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു, എക്കണോമി തകർന്നു. സിൻസ് എക്കണോമി തകർന്നതിന് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും, ബേസിക്കലി പ്രൊട്ടസ്റ്റ് വരും. സോ ദർ വാസ് ഹ്യൂജ് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ്. ആൻഡ് ഇറാൻ ഓൾസോ ഒബ്സർവ്ഡ് എ ഡേ സീറോ ക്രൈസിസ്. ഓക്കെ, എന്താണ് ഡേ സീറോ ക്രൈസിസ് എന്ന് പറയുന്നത്? ഇറാനിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച് ദർ വാസ് എ വാട്ടർ ക്രൈസിസ്. വെള്ളമില്ല, മഴയില്ല, ഡ്രൗട്ട് ആണ്. സോ ലാസ്റ്റ് 6 years നോക്കുവാണെങ്കിൽ ഇറാൻ ഈസ് കംപ്ലീറ്റ്ലി ഡ്രൗട്ട് ആൻഡ് ഇറ്റ് ഈസ് എ ഡ്രൈ സീസൺ. ആൻഡ് റീസെന്റ് ഇറാൻ ഒബ്സർവ്ഡ് എ ഡേ സീറോ ക്രൈസിസ്. എന്താണ് ഡേ സീറോ ക്രൈസിസ് മീൻസ്? നോ വാട്ടർ ഫോർ ദ ഡേ. ഒട്ടും വെള്ളമില്ല, വെള്ളം ഒട്ടുമില്ല. അതിന് വെള്ളം ഇല്ലാതിരിക്കാനുള്ള റീസൺ എന്താണ്? അവിടുത്തെ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ തന്നെ ഇൻഎഫിഷ്യന്റ് അഗ്രികൾച്ചർ സിസ്റ്റം ആൻഡ് ഹെവി ഗ്രൗണ്ട് വാട്ടർ ഡിപ്പെൻഡൻസി. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എവിടെ എഴുതാം? ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റു ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻഎഫിഷ്യന്റ് ആയിട്ട് അഗ്രികൾച്ചർ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. സോ ഡേ സീറോ ഇറാൻ ഒബ്സർവ് ചെയ്തു. സോ വാട്ടർ ക്രൈസിസ് എന്താണ് ഇറാനിൽ വന്നു എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഇന്ത്യന്റെ ഡിപ്പെൻഡൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബേസിക്കലി ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഡിപ്പെൻഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, 50% ക്രൂഡിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ചബഹാർ, അത് നോക്കാം. ചബഹാർ പോർട്ട്, ദർ ആർ 2 important പോർട്ട് ഇന്ത്യ. ഒന്ന് അവിടെ പോയി പോർട്ടൊക്കെ. ഓക്കെ, ദർ ആർ, ഇവിടെ ഉണ്ടോ ചബഹാർ? ഓക്കെ ഉണ്ട്. ഓക്കെ, സോ ദർ ആർ 2 important പോർട്ട്സ് ഓഫ് ഇറാൻ അല്ലെ. ഒന്നെന്താണ് ചബഹാറും അതേപോലെ തന്നെ ബന്ദർ അബ്ബാസ്. ദീസ് ആർ ദ 2 important പോർട്ട്സ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബേസിക്കലി ചബഹാർ പോർട്ടും ബന്ദർ അബ്ബാസ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? വൺ ഈസ് ഔട്ട്സൈഡ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആൻഡ് വൺ ഈസ് ഇൻസൈഡ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. സോ ചബഹാർ എന്താണ്? ഔട്ട്സൈഡ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ചോക്ക് പോയിന്റിൽ പ്രശ്നം വരില്ല, നമുക്ക് എന്ത് ഇതിലെ ട്രേഡ് നടത്താം. അതേപോലെ തന്നെ ബന്ദർ അബ്ബാസ് എന്താണ്, പക്ഷേ ഇൻസൈഡ് ദി ചോക്ക് പോയിന്റ് ആണ്. സോ എന്താണ്, അതൊരു ഡിഫറെന്റ് ആണ്. ഇന്ത്യ ഈസ് ആക്ച്വലി പാർട്ണർഡ് വിത്ത് ചബഹാർ പോർട്ട് ഡെവലപ്മെന്റ് ഒക്കെ അറിയാം, ഓൾറെഡി UPSC ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. സോ ആ ഒരു പോർട്ടിന്റെ ഇന്ത്യൻ ഡിപ്പെൻഡൻസി ഓൺ ചബഹാർ പോർട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇന്ത്യസ് നോർത്ത് സൗത്ത് കോറിഡോർ, ഇതിന്റെ എന്താണ് ബേസിക്കലി പ്രൊജക്ടുകൾ ഉണ്ട് ഇന്ത്യക്ക്. ഓക്കെ, ചബഹാർ പോർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സിസ്താൻ ബലൂചിസ്ഥാൻ റീജിയൻ ഓഫ് ഗൾഫ് ഓഫ് ഒമാൻ ആണ്. സിസ്താൻ ബലൂചിസ്ഥാൻ റീജിയൻ ഓഫ് ഗൾഫ് ഓഫ് ഒമാൻ. ഇറ്റ് പ്രൊവൈഡ്സ് ഇന്ത്യ ദ ഡയറക്റ്റ് ലാൻഡ് ആക്സസ് ടു സെൻട്രൽ ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാസിംഗ് പാകിസ്ഥാൻ. ദിസ് എ വൈറ്റൽ നോഡൽ ഓഫ് ഇന്ത്യ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. UPSC ഓൾറെഡി എന്ത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ബേസിക്കലി ചബഹാർ പോർട്ടിന്റെ ക്വസ്റ്റൻ കേട്ടോ. അതും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ ഇത്രയും? ഇറാൻ ഈസ് ഓക്കെ. ദീസ് ആർ സം news evolution of Iran and US attacks. So you can, if you want, you can read it. Okay, otherwise also no need of reading it. Okay, clear? Any doubt? Second topic is Yemen. Okay, Yemen location നിങ്ങൾക്ക് അറിയാലോ. Yemen is also, why Yemen is also important? Because of the one is proxy war, another thing is because of the Red Sea crisis. Okay, so Yemen എന്താണ് ബേസിക്കലി? യമന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, യമന്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ യമന്റെ ലൊക്കേഷൻ നോക്കുക. യമനെ സംബന്ധിച്ചോളം യമൻ ട്രഡീഷണലി ഇറ്റ് ഈസ് എ ഫ്രാഗ്മെന്റഡ് കൺട്രി. ഓക്കെ, യമൻ എന്താണ് ബേസിക്കലി 2 കൺട്രികളായിട്ട്, ബേസിക്കലി ദിസ് ഈസ് നോർത്തേൺ യമൻ, ദിസ് ഈസ് സദേൺ യമൻ. ഓക്കെ, സോ നോർത്തേൺ യമനും സദേൺ യമനും ബേസിക്കലി എന്താണ് ആക്ച്വലി ഡിവൈഡഡ് ആയിരുന്നു. ഓക്കെ, സോ നോർത്തേൺ യമൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സദേൺ യമൻ ആക്ച്വലി കൺട്രോൾഡ് ബൈ സെയ്ദി ഷിയ കമ്മ്യൂണിറ്റിന്റെ അണ്ടറിലായിരുന്നു. സെയ്ദി ഷിയ കമ്മ്യൂണിറ്റി, ജസ്റ്റ് ഓർത്തുക, ഇവിടുത്തെ കമ്മ്യൂണിറ്റിന്റെ പേരാണ് സെയ്ദി ഷിയ കമ്മ്യൂണിറ്റി. ഇവരെന്ത് ചെയ്തു? ദേ ആർ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൺട്രോൾ. ഓക്കെ, ദേ വർ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കോളോണി. ഓക്കെ, ദിസ് ഈസ് സൗത്ത്
എന്താണ് ബേസിക്കലി നോർത്തേൺ സുഡാൻ നോർത്തേൺ യമൻ എന്താണ് ബേസിക്കലി സീതി ഷിയ കമ്മ്യൂണിറ്റിയും ഓർത്ത് വെക്കുക. നോർത്ത് ആരാണ്? ഇറ്റ് വാസ് ഡിവൈഡഡ്. നോർത്ത് ഈസ് ബേസിക്കലി സെയ്തി ഷിയ. സെയ്തി ഷിയ സ്പെല്ലിങ് സെയ്തി കേട്ടോ, സെയ്തി ഷിയ. അതേപോലെ തന്നെ സൗത്ത് ആരാണ്? സൗത്ത് ഈസ് ആക്ച്വലി ബ്രിട്ടീഷ് കോളനി. ഓക്കെ, ഇറ്റ് വാസ് ആക്ച്വലി ഡിവൈഡഡ്. 1990 ആയി കഴിഞ്ഞപ്പോൾ 1990 ഇതെന്ത് ചെയ്തു? ബേസിക്കലി ഇറ്റ് യുണൈറ്റഡ്. സോ രണ്ടും ഒന്നിച്ചു യുണൈറ്റ് ചെയ്തു. യുണൈറ്റ് ചെയ്ത് 1990 യുണൈറ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കം റിപ്പബ്ലിക് ഓഫ് യമൻ. 1990 യുണൈറ്റ് ചെയ്തു, ഇറ്റ് ബിക്കം റിപ്പബ്ലിക് ഓഫ് യമൻ. ആൻഡ് യു നോ ദ ക്യാപിറ്റൽ ഓഫ് യമൻ എന്താണ്? സന. ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമല്ലേ സന? സോ സന ഇസ് ദി ക്യാപിറ്റൽ ഓഫ് ബേസിക്കലി ഇവിടെ. പക്ഷേ ഇപ്പൊ എന്താണ് ബേസിക്കലി ദർ ആർ ഇഷ്യൂ ഓഫ് മാർജിനലൈസേഷൻ ഇൻ ദി യമൻ. കുറെ കാലമായിട്ട് എന്താണ് മാർജിനലൈസേഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പൊ സെയ്തി എന്ത് ചെയ്യുന്നു? സെയ്തി പീപ്പിൾ ദേ വാണ്ടഡ് പവർ സെന്റർ ഇൻ ദി ഹൈലാൻഡ്. ഓക്കെ, ദർ റീജിയൻ ആണ് സദാ റീജിയൻ. ഓക്കെ, സെയ്തി ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ആ സെയ്തി ഗ്രൂപ്പ്. ഓക്കെ, ഈ സെയ്തി ഗ്രൂപ്പിന് basically they want a power center in the Sadar region. Okay, they are in the Sadar region. Okay, and ഈ മെർജർ വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാല് ഓയിൽ ശരിക്കും ഇവര് മെർജ് ചെയ്യാനുള്ള മേജർ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1990 ആയപ്പോഴാണ് ബേസിക്കലി യമനിൽ ഓയിൽ ഡിസ്കവറി നടത്തുന്നത് പ്രോപ്പറായിട്ട്. ഈ ഓയിൽ ഡിസ്കവറി വന്നപ്പം ഈ ഓയിലിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇവർ ആദ്യം യുണൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പവർ സെന്റേഴ്സ് ആണ് മേജർ ആയിട്ട് യമനിലുള്ളത്. അപ്പൊ 3 പവർ സെന്റേഴ്സ് എന്താണ് യമനെ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹൗദീസിനെ കാണാൻ പറ്റും. ദീസ് ആർ ദ ഹൗദീസ്. ദാറ്റ് ഇസ് വൈ ദേ ആർ അറ്റാക്കിംഗ് ദിസ് ചോക്ക് പോയിന്റ് ഓഫ് റെഡ് സീ. വി വിൽ കം ടു റെഡ് സീ ചോക്ക് പോയിന്റ് ആൻഡ് ഓൾ. പക്ഷെ എന്താണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും ഒരു ചോക്ക് പോയിന്റ് ഉണ്ട്. ആ ചോക്ക് പോയിന്റ് പേരാണ് ബാബൽ മന്ദബ്. സോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ബേസിക്കലി അവിടെയും നമുക്ക് ഇവരെന്ത് ചെയ്യുന്നു? ഹൗദീസ് അറ്റാക്ക് ചെയ്യും. ഹൗദീസ് ആർ ദ പ്രോക്സീസ് ഓഫ് ഷിയ. ഇറാന്റെ ഗ്രൂപ്പാണ് അല്ലെ, ഖുദ്സ് ഫോഴ്സിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ IRGCന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണ് ബേസിക്കലി ആരെന്ന് പറയുന്നത്? ഹൗദീസ് എന്ന് പറയുന്നത്. സോ വൺ ഗ്രൂപ്പ് ഈസ് ആക്ച്വലി ആരാണ്? ബേസിക്കലി ഹൗദീസ്. ഓക്കെ, സോ സെയ്തി ഷിയ ആണ് ബേസിക്കലി ഹൗദീസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി പവർ സെന്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ഇൻടു 3 ഗ്രൂപ്പ്. വൺ ഈസ് സെയ്തി ഷിയ. സെയ്തി ഷിയ ബേസിക്കലി എന്താണ്? ഹൗദീസ് ആണ്. ഓക്കെ, ദേ ആർ ബാക്ക്ഡ് ബൈ ഇറാൻ. ഇറാന്റെ ടീമാണ് ഇവര്. ബേസിക്കലി ദേ ആർ ആക്ച്വലി അറ്റാക്കിംഗ് ദി റെഡ് സീ. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? റെഡ് സീ ചോക്ക് ചെയ്യുന്നതും റെഡ് സീയിലുള്ള ട്രേഡ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. ബാബൽ മന്ദബ് എന്ത് ചെയ്യുന്നത്? ബേസിക്കലി ബ്ലോക്ക് ചെയ്യുന്നത് ഇവരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ, STC. ഓക്കെ, സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ. ഇവിടെ കാണാം, ഈ കളർ കാണുന്ന ആളുകൾ. സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ ഇത് ബേസിക്കലി സപ്പോർട്ടഡ് ബൈ UAE ആളുകളാണ് ഇത് സപ്പോർട്ട്. അതായത് നമ്മുടെ ദുബായിലുള്ള UAE ആണ് ബേസിക്കലി ആര് സപ്പോർട്ട് ചെയ്യുന്നത്? STC ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദർ ഈസ് എ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ്. ഓക്കെ, അനദർ ഗ്രൂപ്പ് ഈസ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ്. ഇവരാണ് റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ്. 3 ഗ്രൂപ്പുകളുണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി IRG. സോ ഇന്റർനാഷണലി ഇവരുടെ ഗ്രൂപ്പാണ് IRG ഗ്രൂപ്പ്. സോ ദേ ആർ ആക്ച്വലി സപ്പോർട്ടഡ് ബൈ സൗദി അറേബ്യ. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി സപ്പോർട്ടഡ് ബൈ ആരാണ്? സൗദി അറേബ്യ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നോക്കിക്കേ ആരൊക്കെ ഉണ്ട്? UAE പ്രസൻസ് ഉണ്ട്, സൗദി അറേബ്യന്റെ പ്രസൻസ് ഉണ്ട്, ആരുടെ പ്രസൻസ്? ഇറാന്റെ പ്രസൻസ് ഉണ്ട്. ഈ 3 പേരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? യമൻ കൺട്രോൾ ചെയ്യുന്നത്. ഹൗദീസ് കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആണ് ഈ കാണുന്ന ഏരിയ. അതേപോലെ തന്നെ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണ് ഈ കാണുന്ന ഏരിയാസ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി ദിസ് ഈസ് ബേസിക്കലി എന്താണ്? ഫോഴ്സസ്, UN ഫോഴ്സ് അല്ലെങ്കിൽ ബേസിക്കലി ഗവൺമെന്റ് ഫോഴ്സസ് ഉള്ള സ്ഥലമാണ്. ആൻഡ് ദിസ് ഈസ് ഏരിയ STC ഏരിയ. STC ഏരിയ എന്താണ്? ബേസിക്കലി സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ ആണ്. UAE എന്താണ്? UAE സപ്പോർട്ടുള്ള ആളുകളാണ്. കുറെ കാലം UAE ഗ്രൂപ്പും UAEക്കും കൺട്രോൾ വേണം ബിക്കോസ് ഓഫ് ദ പെട്രോളിയം റിസർവ്. സൗദി അറേബ്യക്കും കൺട്രോൾ വേണം. ഇവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? ദർ വാസ് എ പ്രോക്സി വാർ. UAEയും സൗദി അറേബ്യയും തമ്മിൽ ഈ റീജിയനിൽ എന്ത് നടത്തിയിട്ടുണ്ട്? പ്രോക്സി വാർ നടത്തിയിട്ടുണ്ട്. ആൻഡ് നൗ ദേ ആർ ആക്ച്വലി അറ്റാക്കിംഗ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഹൗദീസ് ആർ കൺട്രോളിംഗ് ദി റെഡ് സീ ഏരിയ എന്നുള്ളതാണ്. സോ ഹൗദീസ് കൺട്രോൾ ദ നോർത്തേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ക്യാപിറ്റൽ ഓഫ് സന ആൻഡ് ദേ ആർ ഓൾസോ സെയ്തി ഷിയ ഗ്രൂപ്പ് ആണ്. ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ആണ് IRGs. That is internationally recognized government backed by Saudi Arabia, operates from the temporary capital of Aden. So this is temporary capital Aden എന്നാണ് ഇവർ ആക്റ്റീവ് ചെയ്യുന്നത്. ഇവരാണ് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ്. പക്ഷെ ഇവരെ ക്യാപിറ്റൽ ആരെയിലാണ്? ഹൗദീസിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഏഡനിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ആയിട്ട് സെറ്റ് ചെയ്തത്. then STC ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് സദേൺ ട്രാൻസിഷണൽ ഫോഴ്സ് ബാക്ക്ഡ് ബൈ UAE
ബേസിക്കലി ഇവർക്ക് എന്താണ് ദേ വാണ്ടഡ് റീസ്റ്റോർഡ് ഇൻഡിപെൻഡന്റ് സദേൺ സ്റ്റേറ്റ്, സദേൺ അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണം. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവർ തമ്മിൽ എന്താണ് സോ ഈ കോൺഫ്ലിക്ട് റീജിയൻസ് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഗ്രൂപ്പുകളും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ന്യൂസിലുള്ള ഏരിയ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നോക്കുക കേട്ടോ. ഇനി അതിനകത്ത് റെഡ് സീന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, റെഡ് സീ ക്രൈസിസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് റെഡ് സീ. അതിനകത്ത് എന്താണ് ഗൾഫ് ഓഫ് ഏഡൻ എവിടെയാന്ന് നോക്കി വെക്കുക. ഓക്കെ, ട്രഡീഷണൽ മാപ്പിംഗ് ആണിത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്ന ഭാഗമായിട്ട് നോക്കുക. റെഡ് സീ, സോ ഗൾഫ് ഓഫ് ഏഡൻ ഉണ്ട്, റെഡ് സീ ഉണ്ട് അല്ലെ. അതിലെവിടെയാണ് നമ്മൾ സ്ട്രേറ്റ് വരുന്നത്, ബേസിക്കലി ബാബൽ മന്ദബ് സ്ട്രേറ്റ്. ഈ കുരിപ്പാണ് ബേസിക്കലി ബാബൽ മന്ദബ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാബൽ മന്ദബ് സ്ട്രേറ്റിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗേറ്റ് ഓഫ് ഗ്രീഫ്. ഓക്കെ, അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് ടിയേഴ്സ്. അവിടെ പോകുമ്പോൾ ആളുകൾ കരയും ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞ. അപ്പൊ ഗേറ്റ് ഓഫ് ടിയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ബേസിക്കലി ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്ന് പറയാറുണ്ട് കേട്ടോ. സോ ഈ ചോക്ക് പോയിന്റ് ഇമ്പോർട്ടൻസ്, റെഡ് സീന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ജസ്റ്റ് ലൈക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമസും റെഡ് സീന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ സ്ട്രേറ്റ് എന്താണ് ബേസിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് 15% ഓഫ് ദി ഗ്ലോബൽ മാരിടൈം ട്രേഡ് നടക്കുന്നത് ഇതിലൂടെയാണ്. 15% ഓഫ് ദി ഗ്ലോബൽ മാരിടൈം ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ റെഡ് സീ. ഓക്കെ ഓക്കെ ഇനി ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൾഫ് ഓഫ് ഏഡൻ. ഓക്കെ, കണ്ടോ, ബാബൽ മന്ദബ്, ഗൾഫ് ഓഫ് ഏഡൻ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ പറയും. റെഡ് സീ കൺട്രി ബോർഡറിംഗ് കൺട്രീസ് കേട്ടോ, അത് പഠിക്കണേ. ഞാനിത് പറഞ്ഞിട്ടില്ല. റെഡ് സീ ബോർഡറിംഗ് കൺട്രീസ് നോക്കണം. ബേസിക്കലി ഏതാ, സൊമാലിയ അല്ലെങ്കിൽ ബേസിക്കലി എന്താണ് യമൻ, എന്താ പറയുക, ജിബൌട്ടി, എർട്രിയ അല്ലെ, സൗദി അറേബ്യ ഇവിടെയുണ്ട്, സുഡാൻ ഇവിടെയുണ്ട്, ഈജിപ്ത് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ചെറിയ പാർട്ട് ഇവിടെ ഗൾഫ് ഓഫ് അഖബയാണ് ഇവിടെ ഉള്ളത്. ഗൾഫ് ഓഫ് അഖബ എവിടെയാണ്, ബേസിക്കലി സൂയിസ് കനാലിന്റെയും ഇസ്രായേലിന്റെയും ആ ഒരു ചെറിയൊരു വിടവാണ്. ബേസിക്കലി ഇതാണ് ഗൾഫ് ഓഫ് അഖബ. ദിസ് ഈസ് ഗൾഫ് ഓഫ് സൂയിസ് എന്നുള്ളതാണ്. സോ അതേപോലെ യമൻ. സോ ഇതിന്റെ എന്താണ് ബോർഡറിംഗ് കൺട്രീസും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് പഠിക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് മേജർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്, അതായത് ഈ നമ്മളെ സ്ട്രേറ്റ് ഓഫ് ബാബൽ മന്ദബ് ഇല്ലേ, ഈ ബാബൽ മന്ദബിന്റെ ഇടയിൽ പോയിട്ട് എന്തുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്. ദിസ് ഐലൻഡ് ഈസ് നോൺ ആസ് പെരിം ഐലൻഡ്സ്. പെരിം ഐലൻഡ്. ഓക്കെ, ഈ പെരിം ഐലൻഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ സ്ട്രേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി പെരിം ഐലൻഡിന്റെ വേറൊരു പേരാണ് മായം. ഇവിടെ മായംകുട്ടി. ഓക്കെ, മായം. ഓക്കെ, പെരിം ഐലൻഡ് ഓർ മായം. ഓക്കെ, സോ ഈ പെരിം ഐലൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, പെരിം ഐലൻഡ് ബേസിക്കലി ഒരു യമനി ഐലൻഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പെരിം ഐലൻഡ് ഈസ് എ വോൾക്കാനിക് ഐലൻഡ്. അഗൈൻ അത് ഓർത്തുക, ഇറ്റ് ഈസ് എ വോൾക്കാനിക് ഐലൻഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ, എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ബാബൽ മന്ദബിന്റെ ഒത്ത നടുക്ക് കൊണ്ടിട്ട് ഈ ചങ്ങായി എന്ത് ചെയ്യുന്നത്, പെരിം ഐലൻഡ് ഉണ്ട്. ഇറ്റ് ഈസ് എ വോൾക്കാനിക് ഐലൻഡ്. ഓക്കെ, ഇതിന്റെ പേര് വിളിക്കുന്ന പേരാണ് ബേസിക്കലി മായം ഐലൻഡ്. അതുകൊണ്ട് ഇത് മിഡിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സ്ട്രേറ്റിനെ ആക്ച്വലി 2 ചാനലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുന്ന് വന്ന വെള്ളത്തിനെ 2 സ്ട്രേറ്റുകളായിട്ടായിരിക്കും ഇനി പോവാ. ഓക്കെ, സോ ഒരു സ്ട്രേറ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ബാബൽ ഇസ്കന്ദർ. ബാബ് ഇസ്കന്ദർ. ബാബ് ഇസ്കന്ദർ. ബാബ് ഇസ്കന്ദർ. ബാബ് ഇസ്കന്ദർ. ഓക്കെ, രണ്ടാമത്തേതാണ് ഡാക്റ്റിൽ മായം. അത് ഓർത്ത് നോക്കാലോ. ഓക്കെ, 2 സ്ട്രേറ്റുകളാണ് ബേസിക്കലി ബാബിൽ ഇസ്കന്ദറും അതേപോലെ തന്നെ ഡാക്ട് എൽ മായം. ഓക്കെ, മായം. ഇങ്ങനെ 2 സ്ട്രേറ്റുകളായിട്ട് പാസേജുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് നോക്കുക. പെരിം എന്താണ്, വോൾക്കാനിക് ഐലൻഡ് ആണ്. എവിടെയാണ്, ബാബൽ മന്ദബില്. ഓക്കെ, സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാനലിനെ, സി ചാനലിനെ 2 ചാനലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ബാബ് ഇസ്കന്ദറും അതേപോലെ തന്നെ ഡാക്ടൽ മായവുമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി റെഡ് സീന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്, ബാബൽ മന്ദബ് മറ്റേത് 33 കിലോമീറ്റർ ആണെങ്കിൽ ഇത് എത്രയേ ഉള്ളൂ, 26 കിലോമീറ്റർ ആണ്. ചോക്ക് പോയിന്റ് കണക്ടിങ് റെഡ് സീ ആൻഡ് ഗൾഫ് ഓഫ് ഏഡൻ. ആൻഡ് പെരിം ഐലൻഡ് ഈസ് മായം ഐലൻഡ്സ്, എമനി വോൾക്കാനിക് ഐലൻഡ് ആണ്, സിറ്റിംഗ് പ്രിസൈസ്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ ബാബൽ മന്ദബ്, ഡിവൈഡിംഗ് ടു 2 ചാനൽസ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഏതൊക്കെയാണ് 2 ചാനലായിട്ട്, ഒന്ന് ഇസ്കന്ദറും ഒന്ന് മായൂൻ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് കിട്ടിക്കോളും, ഇസ്കന്ദർ ആൻഡ് മായൂൻ. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, UAE ഈസ് ട്രൈങ് ടു ബിൽഡ് ആൻ എയർ ബേസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. കാരണം UAE ആളുകളാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരുടെ എയർ ബേസ് അവിടെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ റെഡ് സീന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, റെഡ് സീന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോ പെർണിയൽ, UPSC ഓൾറെഡി ചോദിച്ചാണ്, ദർ ഇസ് നോ പെർണിയൽ റിവർ ഫ്ലോയിങ് ഇൻ ടു റെഡ് സീ. ഓക്കെ, നോ പെർണിയൽ റിവർ, നോ പെർണിയൽ റിവർ ഫോളോയിങ് ഇൻ ടു റെഡ് സീ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി വെരി ലെസ് റെയിൻ. ഈ റീജിയനിൽ എന്താണ്, റെയിൻ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സലൈനിറ്റി എന്തായിരിക്കും, ഹൈ സലൈനിറ്റി ബിക്കോസ് ഓഫ് ദി ഇവാപറേഷൻ.
ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. നോ പെർണിയൽ റിവർ ഫ്ലോയിങ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ റീജിയൻ ഇൻ റെഡ് സീ. അതേപോലെ തന്നെ എന്താണ് റിവർ ഫ്ലോസ് ഇൻ ഇറ്റ് ബേസിക്കലി എന്താണ് വെരി ലെസ് റെയിൻ. അതുപോലെ തന്നെ അതുകൊണ്ട് എന്തായിരിക്കും ഹൈ സലൈനിറ്റി ആയിരിക്കും. അതിൽ ബേസിക്കലി ഈ യമനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിനൻസ് ആണ് ഹദർമാവത്ത്. ഓക്കെ, ഹദർമാവത്ത്. ഓക്കെ, ഹദർമാവത്ത് പ്രൊവിൻസസ്. ഇതെന്താ ഇമ്പോർട്ടന്റ് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഈസ്റ്റേൺ പ്രൊവിൻസസ് ഓഫ് യമൻ. ഇറ്റ് ഹോൾഡ്സ് 80% ഓഫ് ദി ഓയിൽ റിസർവ്. 80% ഓയിൽ റിസർവും ഈ ഒരു പർട്ടിക്കുലർ ഹദർമാവത്ത് റീജിയനിൽ നിന്നാണ് യമനിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ അതും എന്താണ് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഹദർമാവത്ത് റീജിയൻ. ഓക്കെ ഓക്കെ, ഹദർമാവത്ത് റീജിയൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ദർ ഇസ് എ പോർട്ട്. ഈ ഹദർമാവത്ത് റീജിയനിൽ നിന്ന് മുക്കാല എന്ന് ഓർത്ത് മുക്കാല പോർട്ട്. ഓക്കെ, മുക്കാല പോർട്ട് ഏതാണ്? ഈ റീജിയൻ ആണ് ഇത്. ഹദർമാവത്ത് റീജിയനിലുള്ളതാണ് മുക്കാല പോർട്ട്. ഓക്കെ, മുക്കാല പോർട്ട് ഇസ് ദി മേജർ പോർട്ട് സിറ്റി ഓഫ് ഹദർമാവത്ത് റീജിയൻ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി മുക്കാല പോർട്ട് മനസ്സിലായാലും. മുക്കാല പോർട്ട് എവിടെയാണ്? യമൻ. കുറെ പോർട്ട് നമ്മൾ പഠിച്ചു. ആ പോർട്ടുകൾ മറന്നു പോരുത്. പോർട്ടുകൾ റിപ്പീറ്റഡ് പോർട്ട് മാത്രമായിട്ടും ചോദിക്കും കേട്ടോ. അതിനുള്ള പോസിബിലിറ്റി വരെയുണ്ട്. അപ്പൊ പോർട്ടുകൾ ഓർക്കുക. ദുഃഖം പോർട്ട് ഉണ്ട്, മുക്കാല പോർട്ട് ഉണ്ട്, അല്ലെ? വേറെ ഏതൊക്കെ പോർട്ട് പഠിച്ചു? ചബാർ പോർട്ട് ഉണ്ട്, അബ്ബാസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ പഠിക്കും. പിന്നെ ഒരു UAE പോർട്ടിന്റെ പേരെന്താണെന്ന് പഠിച്ചത്? റിവിഷൻ ചെയ്യണം കേട്ടോ. ഒരു F വെച്ചിട്ടുള്ള ഒരു പോർട്ട്, ഫുജേറ പോർട്ട്. ഓക്കെ, അതുകൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി another important island in this particular region is Socotra Island. Okay, Socotra Island is known as Galapagos of Indian Ocean എന്നുള്ളതാണ് Socotra Island എന്ന് പറയുന്നത്. ഈ Socotra Island എന്താണ് ബേസിക്കലി ആരുടെ കൺട്രോളിലാണ്? യമന്റെ കൺട്രോളിലാണ്. Why it is known as Galapagos of Indian Ocean? Galapagos of Indian Ocean എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ബേസിക്കലി there is a high plant endemism. ഓക്കെ, ഹൈ പ്ലാന്റ് എൻഡോമിസം ആണ്. ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും? ഈ പ്ലാന്റ് എവിടെ മാത്രമേ ഉള്ളൂ? ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ഇതെന്താണ്? ഹൈ പ്ലാന്റ് എൻഡോമിസം ആണ്. ഇവിടെ ബേസിക്കലി വോൾക്കാനിക് ഐലൻഡ് ആണ് ഇതും. ഇറ്റ് ഈസ് ഓൾസോ എ വോൾക്കാനിക് ഐലൻഡ്, ബട്ട് ദർ ഇസ് എ ഹൈ പ്ലാന്റ് എൻഡോമിസം. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ കണ്ടില്ല, ഞാൻ ഗൂഗിളിലൂടെ അടിച്ച് നോക്കി കണ്ടാണ്. നിങ്ങൾ അങ്ങനെ അടിച്ചു നോക്കി കാണാം കേട്ടോ. ഹൈ പ്ലാന്റ് എൻഡോമിസം ബേസിക്കലി 33% നിയർലി 37 സ്പീഷീസ് എന്താണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റുകൾ. അപ്പം ഹൈ പ്ലാന്റ് എൻഡോമിസം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗാലപ്പാഗോസ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. എക്സ്ട്രീം ഐസൊലേഷൻ ആണ്, ഹൈ ബയോഡൈവേഴ്സിറ്റി, റിമാർക്കബിൾ എൻഡമിക് ഫ്ലോറ, 37% എൻഡമിക് ഫ്ലോറ, 835 ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻക്ലൂഡിംഗ് ദി ഐക്കോണിക് ഡ്രാഗൺ ബ്ലഡ് ട്രീ. ഒരു നമ്മൾ മറ്റേ ഈ ഇപ്പം ഗെയിം ഓഫ് ത്രോൺ അങ്ങനെയൊക്കെ പോലെ, അല്ലെങ്കിൽ ബേസിക്കലി ഇങ്ങനെയുള്ള കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവീസ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ പറ്റിയ ഒരു സെറ്റ് ഇടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബേസിക്കലി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, സൊക്കോട്രോ എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലം. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ദാറ്റ് ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി സൊക്കോട്രോ ഐലൻഡ് ഈസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, ഗാലപ്പാഗോസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, റെഡ് സീ ബേസിക്കലി റെഡ് സീ ക്രൈസിസ് എന്തായിരുന്നു? ബേസിക്കലി ഹൗതീസ് അറ്റാക്ക് ദി ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സ് ഓഫ് ബേസിക്കലി കേപ്പ് ഓഫ് ബേസിക്കലി എന്താണ് ഗ്ലോബൽ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. ഇനി ആകെയുള്ള സൊല്യൂഷൻ എന്താണ്? ബേസിക്കലി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ്? ആഫ്രിക്ക ചുറ്റി വേണം പോകാൻ വേണ്ടി. എന്താണ് പ്രശ്നം? പേർഷ്യൻ ഗൾഫ്. അപ്പൊ ബേസിക്കലി എന്താണ്? റെഡ് സീയിലൂടെ പോയി കഴിഞ്ഞാൽ ഹൗതീസ് അറ്റാക്ക് ചെയ്യും, ബിക്കോസ് ഇറാൻ സപ്പോർട്ടർ. ആൻഡ് മറ്റേ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? IRGCs അറ്റാക്ക് ചെയ്യും, ഇറാൻ അറ്റാക്ക് ചെയ്യും, അവിടുന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ രണ്ട് റൂട്ടിലൂടെ എന്ത് ചെയ്യില്ല, ട്രെയിൻ നടക്കില്ല. അപ്പൊ ഇനി ആകെ ഉള്ള ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യണം? ബേസിക്കലി യു നീഡ് ടു കവർ ദി എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആഫ്രിക്കയിലൂടെ എന്ത് ചെയ്യണം? ബേസിക്കലി കൺട്രോൾ ചെയ്യണം. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദി 10 to 14 ഡേയ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, ഈ റീജിയൻ എന്താണ്? പൈറസി ഹൈലി ഇമ്പാക്റ്റഡ് റീജിയൻസ് ആണ് ഈ റീജിയൻ. സ്വാഭാവികമായിട്ടും അതിലൂടെ ഒരു ഷിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം കൂടും. ഓക്കെ, ഈ ഇറ്റാലിയൻ ഷിപ്പ് തന്നെ കേരളത്തിലൂടെ വരാൻ കാരണം എന്താണ്? അവർക്ക് ഈ സൊമാലിയന്റെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ പൈറസി റീജിയൻ ആയതുകൊണ്ട് അവത്തിൽ കൂടെ പോകുന്ന ഷിപ്പിനെല്ലാം പ്രീമിയം കൂടുതലായിരിക്കും. അപ്പൊ ആ പ്രീമിയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഓഷ്യനോട് ചേർന്ന് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫിഷിംഗ് ബോട്ടിലുള്ള രണ്ടുപേരെ ഇവര് വെച്ച് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് 10 to 14 ഡേയ്സ് ഓഫ് ട്രാൻസിറ്റ് ടൈം. ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് വാല്യൂഡേഷൻ ദ കോസ്റ്റ് വിൽ ഇൻക്രീസ്, ഇൻഫ്ലേഷൻ വിൽ ഇൻക്രീസ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? പോർട്ട് കൂടുന്നതാണ്. ഇനി റെഡ് സീയിലുള്ള ഇസ്രായേലിന്റെ പോർട്ടിന്റെ പേരാണ് ഇലാത്ത് പോർട്ട് കേട്ടോ. ഇലാത്ത് പോർട്ട് ഓർത്ത് വെക്കണേ. റെഡ് സീയിലെ
ഇസ്രായേലിന്റെ സ്ട്രാറ്റജിക്കൽ റെഡ് സീ പോർട്ട് ഇല്ലാത്താണ് മീൻസ് എഫക്റ്റീവ്ലി ഡിസ്ട്രോയിഡ് കൊമേഴ്ഷ്യലി ആൻഡ് ഫോഴ്സ് ടു ക്ലോസ് ഡ്യൂ ടു ദി ഹൗതി നേവൽ ബ്ലോക്കേഡ്. പ്രശ്നത്തിലായി ഇവര്. ഓക്കെ, ഇനി ഈ പോർട്ട് ഇതിലാണ് നെഗേവ് ഡിസേർട്ട് ഓഫ് ഇസ്രായേൽ. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ഡിസേർട്ട് ആണ്. നെഗേവ് ഡെസേർട്ടിലാണ് ബേസിക്കലി എന്തുള്ളത്, നെഗേവ് ഡെസേർട്ട് ഏരിയയിലാണ് ഈ ഇലായത്ത് പോർട്ട് ഉള്ളത് കേട്ടോ. ഇലായത്ത് പോർട്ട് അത് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. ബേസിക്കലി ഇവിടെയാണ് ഇലായത്ത് പോർട്ട് ഉള്ളത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ദിസ് ഈസ് ഇലായത്ത് പോർട്ട്, ദിസ് ഈസ് നെഗേവ് ഡിസേർട്ട് ഏരിയ. ഈ ഒരു ഏരിയ കേട്ടോ, നെഗേവ് ഡിസേർട്ട് ഏരിയ. എന്റെ വേറെ മാപ്പ് ഒന്നും തപ്പിട്ട് നീ കിട്ടിയില്ല, എന്ത് ചെയ്യാം പുറത്ത് വെക്കുക. ഇലായത്ത് പോർട്ട്, ELIT. ഓക്കെ, ഇലായത്ത് പോർട്ട്. ഓക്കെ, അതും പുറത്ത് വെക്കുക. ഓക്കെ, ഇലായത്ത് പോർട്ട് ഇലായത്ത് പോർട്ട് അതാണ് ഇസ്രായേലിന്റെ റെഡ് സീലുള്ളതാണ്. എവിടെയാണ് പോർട്ട് ഉള്ളത്? ബേസിക്കലി ഏത് റീജിയനിലാണ് ഉള്ളത്? ഇലായത്ത് പോർട്ട് എവിടെയാണുള്ളത്? ബേസിക്കലി എന്താണ്, റെഡ് സീ റീജിയനിലാണ് ഉള്ളത് അല്ലെ. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. റെഡ് സീ ബേസിക്കലി എന്താണ്, അതുപോലെ റെഡ് സീയിലോട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ബേസിക്കലി സൂയിസ് കനാല് പ്രകാരം. സൂയിസ് കനാൽ എവിടെ പോയി? കനാലായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ പോയി സൂയിസ് കനാല് വഴിയിട്ട്, സൂയിസ് കനാല് ഇതിലൂടെ, ഇതാണ് സൂയിസ് കനാല്. ഇത് ഇവിടെയാണ് എന്തുള്ളത്, ഇലായത്ത് പോർട്ട് ഉള്ളത്. ഈ ഗൾഫിന്റെ പേരെന്താണ്? ഇതും ഗൾഫ് ഓഫ് അക്കബ. ഓക്കെ, സോ ഗൾഫ് ഓഫ് അക്കാബയിലൂടെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ഇലായത്ത് പോർട്ട് പോകുന്നത്. പക്ഷേ ഈ റെഡ് സീ അറ്റാക്ക് കാരണം എന്താണ്, അങ്ങോട്ട് ഹൗദീസ് അറ്റാക്ക് കാരണം എന്താ ചെയ്യാൻ പറ്റുന്നില്ല, ഇസ്രായേലിന് ആ പോർട്ട് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ദാറ്റ് ഈസ് മേജർ പോർട്ട് ഓഫ് ദാറ്റ് തിങ് കേട്ടോ. ക്ലിയർ? ഇലായത്ത് പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു, മറന്നുപോയി ഞാൻ. സോ അക്കബ. ഓക്കെ, ഏതാണ് ബേസിക്കലി ഡെസേർട്ടിന്റെ പേരെന്താണ്? നെഗവ് ഡെസേർട്ട്. വെരി ഇമ്പോർട്ടന്റ് ഡെസേർട്ട് കേട്ടോ. ഓക്കെ, സോ സൂയിസ് കനാല്. ഇനി അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഏരിയ UPSC ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ്. ഫോർ എക്സാമ്പിൾ സമത് പൈപ്പ് ലൈൻ ഒക്കെ എന്താണ് ബേസിക്കലി ഈ ഏരിയ എന്ന് വന്നുള്ള ചോദിച്ചതാണ് അല്ലെ. സമത് പൈപ്പ് ലൈൻ എന്താണ്? സൂയിസ് മെഡിറ്ററേനിയൻ പൈപ്പ് ലൈൻ ആണ്. ഇറ്റ് ഈസ് എ ലാൻഡ് ബേസ്ഡ് പൈപ്പ് ലൈൻ ത്രൂ ഈജിപ്റ്റ് വിച്ച് ഈസ് ആക്ച്വലി ബൈപ്പാസിംഗ് ദി സൂയിസ് കനാൽ. ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നേരിലേക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഐമെക്കിന്റെ ഇമ്പോർട്ടന്റ് റൂട്ടാണ് എന്ത് പറയുന്നത്, ഈ സീ ബേസ്ഡ് ആയിട്ട് ഒരു റൂട്ടിലെ ഒരു ഭാഗമാണ് ബേസിക്കലി ഈ പറയുന്ന ഇലായത്ത് പോർട്ടും. അത് കഴിഞ്ഞുള്ള നെഗേവ് ഡെസേർട്ടിലൂടെയാണ് ബേസിക്കലി എന്ത് പോകുന്നത്, ഐമെക്കിന്റെ ഒരു ചാനൽ പോകുന്നത്. ദർ ആർ വേരിയസ് ചാനൽസ്. സോ വൺ ചാനൽ പോകുന്നത് എന്താണ്, ഇതിലൂടെയാണ്. സോ മിഡിൽ ഈസ്റ്റ് എന്താണ്, ഐമെക് എന്താണ്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അത് നമുക്ക് എന്ത് ചെയ്യാം, കണക്ടിവിറ്റി പ്രോജക്ട്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ബേസിക്കലി സൗദി പ്രോക്സി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു, UAE-ന്റെ STSഉം അതേപോലെ തന്നെ സൗദിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, സൗദി കൊയിലീഷൻ ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റും IRGയും തമ്മിൽ എന്താണ്, ദർ ഇസ് എ പ്രോക്സി വാർ ഇൻ ദി യമൻ റീജിയൻ. അതേപോലെ തന്നെ ബേസിക്കലി എന്താണ്, ആൻഡ് ഒഫൻസീവ് ക്യാപ്ചറിംഗ് ഓയിൽ റീച്ച്. ഈ റീജിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ മൊത്തം കളി. എവിടെയൊക്കെ ഓയിൽ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ ഓയിൽ റീച്ചനായ ഹദ്രമാവത്ത് റീജിയൻ നമ്മൾ ഓൾറെഡി കണ്ടു. 80% ഓഫ് ദി യമൻ ഓയിൽ ഈസ് ഇൻ ഹദ്രമാവത്ത് റീജിയൻ. അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിമത്തം ഉണ്ടാക്കുന്നത്. ദെൻ ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇന്ത്യയിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ഓപ്പറേഷൻ റാഹത്ത് ഇൻ 2015 അല്ലെ. സോ 2015 ഇന്ത്യ കണ്ടക്ടഡ് ഓപ്പറേഷൻ റാഹത്ത്. അതിനകത്ത് ഇന്ത്യ എന്ത് ചെയ്തു, 4600 ഇന്ത്യൻസിനെയും 9060 ഫോറിൻ നാഷണലിനെയും ഇന്ത്യ എന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്തു. ഇവിടെ എന്നാ ഇന്ത്യന്റെ ഇന്റർനാഷണൽ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾക്ക് മെയിൻസിൽ ആൻസർ ചെയ്തപ്പോൾ ഓപ്പറേഷൻ റാഹത്ത് വെക്കാനൊക്കെ പറ്റും. കാരണം നമ്മൾ ഇന്ത്യക്കാരെ മാത്രമല്ല, നമ്മൾ ഫോറിനേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഓപ്പറേഷൻ റാഹത്തിന്റെ സമയത്ത് വി യൂസ്ഡ് എ നേവൽ ബേസ്. ഏത് നേവൽ ബേസ് ഉപയോഗിച്ചെന്ന് അറിയോ നിങ്ങൾക്ക്? വി യൂസ്ഡ് ജിബൌട്ടി ആസ് എ നേവൽ ബേസ്. ഓക്കെ, ചൈനയുടെ ഫസ്റ്റ് നേവൽ ബേസ് ആയിട്ടുള്ള ജിബൌട്ടിന്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവൽ ബേസ് കൊടുക്കുക എന്നുള്ളതാണ്. ജിബൌട്ടിൽ ചൈനയ്ക്ക് മാത്രമല്ല, ജിബൌട്ടിൽ കുറെ രാജ്യങ്ങൾക്ക് നേവൽ ബേസ് ഉണ്ട്. ഇറ്റ് ഇസ് ഓൾറെഡി മൾട്ടിപ്പിൾ നേവൽ ബേസ്. സോ മേജർ ആയിട്ട് ഇവർ പൈസ ഉണ്ടാക്കുന്നത് എന്താണ്, കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ റാഹത്തിൽ നമ്മൾ നേവൽ ബേസ് യൂസ് ചെയ്തത്, ബേസിക്കലി നമ്മൾ യൂസ് ചെയ്ത പ്രൈമറി ബേസ് എന്ന് പറയുന്നത് ഏതായിരുന്നു, ജിബൌട്ടി ആണെന്നുള്ള ഓർത്ത് വെക്കുക കേട്ടോ. ദിസ് ഈസ് സമ്മത് പൈപ്പ് ലൈൻ. ഓക്കെ, ദിസ് ഈസ് ഇറാഖ് പൈപ്പ് ലൈൻ. എന്തായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ വരുന്നു, എന്നിട്ട് ഇവിടുന്ന് ഷിപ്പിൽ കയറ്റി കൊണ്ടുവന്നു, ഇവിടുന്ന് വീണ്ടും അടുത്ത പൈപ്പിലേക്ക് കയറ്റി മെഡിറ്ററേനിയൻ സീയിൽ പോവാം. അപ്പൊ സൂയിസ് കനാലിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീകൺജസ്റ്റൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റെഡ് സീ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ആൾട്ടർനേറ്റീവ് റൂട്ട് ടു ബേസിക്കലി എന്താണ്, സൂയിസ്. അത്ര അറിഞ്ഞാൽ മതി. ഓൾറെഡി UPSC ചോദിച്ചതാണ് PYQ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേ. ഓക്കെ, അനദർ ടോപ്പിക് ഈസ് ഇസ്രായേൽ. ഓക്കെ, മടുത്തോ, ടയർഡായോ?
ടയർഡായിന്ന് എങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണോ? കുഴപ്പമില്ല. നമുക്കൊരു 10 മിനിറ്റ് കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ അല്ലെ, 10 മിനിറ്റ് കൂടി നോക്കിയിട്ട് നമ്മൾ നിർത്താം കേട്ടോ. ഓക്കെ, നിങ്ങൾ വിചാരിക്കേണ്ട, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വേണ്ടി വരും. ഓക്കെ, അടുത്ത ടോപ്പിക് ഈസ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ടോപ്പിക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മാപ്പ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. മാപ്പ് വരച്ചതിനെ പഠിക്കാൻ UPSC ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു മെയിൻസിലെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഏരിയയാണ്. സോ ബേസിക്കലി ഇസ്രായേലിന്റെ ആ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവൻത്ത് റീജിയൻ. ലെവൻത്ത് റീജിയൻ ഈസ് ഓൾറെഡി UPSC ആസ്ഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ആസ്ഡ് വിച്ച് ഓൾ ദ കൺട്രീസ് കംസ് അണ്ടർ ദി ലെവൻത്ത് റീജിയൻ എന്നുള്ളതായിരുന്നു. സോ മിഡിൽ ഈസ്റ്റേൺ റെഫേഴ്സ് ടു ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിക്കലി ലെവൻത്ത് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഈ ലെവൻത്ത് റീജിയനിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? സിറിയ, ലെബനൻ, ജോർഡൻ, ഇസ്രായേൽ, പാലസ്റ്റൈൻ ആൻഡ് പാർട്സ് ഓഫ് ടർക്കി. സോ ദിസ് ഈസ് ലെവൻത്ത് റീജിയൻ. ലെവൻത്ത് റീജിയൻ എന്താണ്? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ടർക്കി. ഇത് ടർക്കിയുടെ ബോർഡർ ആണ്. സിറിയ, ലെബനൻ, അതേപോലെ തന്നെ പാലസ്റ്റൈൻ ആൻഡ് ഇസ്രായേൽ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? ജോർഡൻ റീജിയൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസിക്കലി ലെവൻത്ത് റീജിയൻ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് റിപ്പീറ്റഡ്ലി എന്താണ് UPSC ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇസ്രായേലിന്റെ മാപ്പ് വരയ്ക്കാനും ഭയങ്കര എളുപ്പമുള്ള മാപ്പാണ്. ബേസിക്കലി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് okay, this is Egypt. This is Gulf of Aqaba. ഈ ഒരു ചെറിയ ഒരു വഴിയിട്ടുണ്ട്, ഗൾഫ് ഓഫ് അക്കബ. സോ അങ്ങനെയാണ് റെഡ് സീയിലേക്ക് ബേസിക്കലി ഇതിന് ആക്സസ് കിട്ടുന്നത്, ഗൾഫ് ഓഫ് അക്കബ. ദെൻ വെസ്റ്റ് ബാങ്ക് ഒരു 3 തിരിച്ചിട്ട് കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ആയി. ദെൻ ദർ ഇസ് എ ഗോളൻ ഹൈറ്റ്സ്. ഗോളൻ ഹൈറ്റ് ആയി. ഓക്കെ, ഇവിടെ എന്താണ്? ബേസിക്കലി ലെബനൻ. ഈ ലെബനന്റെ തന്നെ ഈ ഇങ്ങനെ പോകുന്ന ലൈനാണ് ബേസിക്കലി ബ്ലൂ ലൈൻ. ബ്ലൂ ലൈൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ ലൈൻ. ഓക്കെ, ആൻഡ് ഇവിടെയുള്ള ഒരു കുഞ്ഞിക്കാച്ചി സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗസ ട്രിപ്സ്. ഓക്കെ, ആൾ ഇത്രയേ ഉള്ളൂ, പക്ഷെ ആള് ഉഷാറാണ്. ഓക്കെ, സോ ഗസ സ്ട്രിപ്പ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഇസ്രായേലിന്റെ മാപ്പ്. സോ ഇസ്രായേലിന്റെ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഗോളൻ ഹൈറ്റ്സ്, ലെബനൻ. അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ലെബനൻ ബേസിക്കലി എന്താണ്? ബോർഡർ നോക്കുകയാണെന്നെങ്കിൽ ലെബനൻ ബോർഡർ ചെയ്യുന്നുണ്ട്, സിറിയ ബോർഡർ, ദെൻ ജോർഡൻ, ആൻഡ് ഇവിടെ സൈഡിൽ എന്താണ് ബോർഡർ ചെയ്യുന്നത്? ബേസിക്കലി ഈജിപ്ത് ബോർഡർ ചെയ്യുന്നു. ഇനി ഏതൊക്കെയുണ്ട്? മേലെ ഗോളൻ ഹൈറ്റ്സ് ആണ്, സിറിയയിൽ നിന്ന് പിടിച്ചെടുത്താണ് ഗോളൻ ഹൈറ്റ്സ് ബേസിക്കലി. അതേപോലെ തന്നെയാണ് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്ക് ബേസിക്കലി എന്താണ്? ഈ ഏരിയ ആണ്, ജോർഡന്റെ ഏരിയ ആണ്. ബേസിക്കലി ഗസ സ്ട്രിപ്പ്, ഈ ഒരു താഴെയുള്ള ഈജിപ്തുമായിട്ട് ചേർന്നിരിക്കുന്ന റീജിയൻ ആണ് ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ടെൽ അബീബി. ഓക്കെ, സോ ബേസിക്കലി എന്താണ്? ഇതാണ് ബേസിക്കലി ഇസ്രായേലിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ, ഇസ്രായേലിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ 1947 UN റെസൊല്യൂഷൻ, ബേസിക്കലി അതിന് മുന്നേ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഇസ്രായേലിന്റെ ബാക്ക്ഗ്രൗണ്ട് 1917 ആരാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത് ആദ്യം? ഇറ്റ് ഈസ് ആക്ച്വലി ബിഗ് ബെൽഫോർട്ട് ഡിക്ലറേഷൻ അല്ലെ? എന്താണ് ബെൽഫോർട്ട് ഡിക്ലറേഷൻ? ബെൽഫോർട്ട് ഡിക്ലറേഷൻ ബൈ ബ്രിട്ടൻ. ബ്രിട്ടൻ എന്ത് ചെയ്തു? അന്ന് 1917 അപ്പൊ ബ്രിട്ടനേ ഉള്ളൂ, US എന്താണ് വലിയ പ്ലെയർ ആയിട്ടില്ല. സോ ബേസിക്കലി 1917 ബെൽഫോർട്ട് ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പ്ലെഡ്ജ്ഡ് ഇറ്റ്സ് സപ്പോർട്ട് ഫോർ എ സെപ്പറേറ്റ് ജൂയിഷ് ഹോം. സോ ദേ പ്ലെഡ്ജ്ഡ് എ സപ്പോർട്ട് ഫോർ സെപ്പറേറ്റ് ജൂയിഷ് ഹോം. സെപ്പറേറ്റ് ജൂയിഷ് home. Okay, so they pledged for a separate Jewish home. Okay, separate country എന്ത് ചെയ്തു വന്നു? ഇതിനെ എന്ത് ചെയ്തു? ബേസിക്കലി UN റെസൊല്യൂഷൻ പാസ് ചെയ്ത് ബേസിക്കലി UN എന്ത് ചെയ്തു? ഇത് അംഗീകരിച്ചു. സോ UN ജനറൽ അസംബ്ലി പാസ്ഡ് എ റെസൊല്യൂഷൻ in that is resolution 181 in 1947. Okay, so they basically recognized and they called for they went for a എന്താണ്? partition plan. എന്താണ് partition plan? Basically there is a two-state solution. This is two-state solution comes with the resolution 181 of UN General Assembly. So two-state solution. Two-state solution ആർക്കൊക്കെ ഉണ്ട്? സ്റ്റേറ്റ് ഒന്ന് ഇസ്രായേലിനും അടുത്തത് പലസ്റ്റൈൻ സ്റ്റേറ്റും കൊടുക്കും. വെരി ഇമ്പോർട്ടന്റ് അല്ലെ? അതാണ് two-state solution. പക്ഷേ one statement, UN General Assembly resolution has a legally UN General Assembly resolution has a legally binding in nature. Statement ശരിയാണോ തെറ്റാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ പറയുന്നു തെറ്റാണ്, ബാക്കിയുള്ളവരോ? സൺഡേ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു? ഇല്ല. UN ജനറൽ അസംബ്ലി എന്തല്ല? UN ജനറൽ അസംബ്ലി
റെസൊല്യൂഷൻ ആർ നോട്ട് ബൈൻഡിങ് ഇൻ നേച്ചർ. സ്വാഭാവികമായിട്ടും ഇതെന്താണ് UN ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷൻ 181 ആണ്. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ്. UN സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ ഇഷ്യൂ എ ബൈൻഡിങ് റെസൊല്യൂഷൻ. അത് എല്ലാ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ബൈൻഡിങ് അല്ല, ബട്ട് ഇറ്റ് ക്യാൻ ഇഷ്യൂ എ ബൈൻഡിങ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ? യെസ്, ശരിയാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ ഇഷ്യൂ എ ബൈൻഡിങ് റെസൊല്യൂഷൻ, ബട്ട് UN ജനറൽ അസംബ്ലി cannot issue a binding resolution. It is not binding since resolution 181 is passed by UN ജനറൽ അസംബ്ലി. ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് ബൈനറി, നോൺ ബൈൻഡിങ് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തില്ല, ആളുകൾ അംഗീകരിച്ചിട്ടില്ല, മീൻസ് ബൈൻഡിങ് ആയിരുന്നില്ല, വന്നിട്ടില്ല. ആ റെസൊല്യൂഷൻ 1947 പാസ്സാക്കിയ റെസൊല്യൂഷൻ കഴിഞ്ഞ് ഒരു വർഷം ആകുമ്പോഴേക്കും there was a war. It is Arab-Israel war. Okay, Arab-Israel war. Arab-Israel വാറിൽ ബേസിക്കലി എന്ത് ചെയ്തു? ഇസ്രായേൽ ഡിക്ലെയർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്. ആഫ്റ്റർ ദ വാർ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട്. സോ അറബ് കൺട്രീസ് എന്ത് ചെയ്തു? ബേസിക്കലി ദേ വെന്റ് ഫോർ അറ്റാക്ക്. സോ ഇസ്രായേൽ ആ സമയത്ത് എന്ത് ചെയ്തു? ദേ ഡിക്ലെയർ ഇൻഡിപെൻഡൻസ്. സോ ദേ ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1948. ഓക്കെ, 1948 എന്ത് ചെയ്തു? ചെയ്തു. ഓക്കെ, പക്ഷെ ഈ വാറിനെ സംബന്ധിച്ചോളം, ഈ വാറിൽ എന്ത് സംബന്ധിച്ചാൽ ദർ ഇസ് എ ഹ്യൂജ് ഡിസ്പ്ലേ. കാരണം ഈ സമയത്ത് പലസ്തീൻ, പഴയ മാപ്പ് നിങ്ങൾ 1948 മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, കൂടുതലും പലസ്തീനിയൻ സ്റ്റേറ്റുകളായിരിക്കും. അപ്പൊ കുറെ പലസ്തീനിലെ കുറെ ആളുകൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയി. ഈ ഡിസ്പ്ലേസ്ഡ് ആയ ആളുകളെല്ലാം എന്താണ്? ഒരു സെറ്റിൽമെന്റിൽ നിൽക്കുന്നത്. ആ സെറ്റിൽമെന്റ് പേരാണ് നഖ്ബ സെറ്റിൽമെന്റ്. കാരണം UPSC എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റെഫ്യൂജി സെറ്റിൽമെന്റിന്റെ പേര് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക. നഖ്ബ സെറ്റിൽമെന്റ്, ദിസ് ഈസ് എ പലസ്തീൻ, ലാർജ് പലസ്തീനിയൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് നഖ്ബ എന്ന് പറയുന്നത് കേട്ടോ. ലാർജ് പലസ്തീൻ റെഫ്യൂജി സെറ്റിൽമെന്റ്സ്. ഓക്കെ, സോ ഇതെന്താണ്? 1948 വാറിന്റെ ഭാഗമായിട്ട് നഖ്ബ സെറ്റിൽമെന്റ്സ്, ബേസിക്കലി നഖ്ബാസ് എന്ന് പറയുന്നത് ബേസിക്കലി പലസ്തീനിയൻ സെറ്റിൽമെന്റ് ആണ്. ബിക്കോസ് ഓഫ് ദി വാർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്തു. 1967 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും വാർ സംഭവിച്ചു. 6 ഡേ വാർ. നമുക്ക് അറിയായിരിക്കും ഇതൊക്കെ അല്ലെ. ഈ 6 ഡേ വാറിൽ എന്ത് ചെയ്തു? ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ ക്യാപ്ചേർഡ് മെനി പ്ലേസസ്. ഓക്കെ, ഇസ്രായേൽ എന്തൊക്കെയാണ് ക്യാപ്ചർ ചെയ്തത് 1967? 1967 ആയപ്പോൾ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്തത് എല്ലാം കിട്ടുന്നിടത്തു നിന്നൊക്കെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? ഓരോന്ന് വെച്ചെടുത്തു. ജോർഡന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഈ സിനായി പെൻസുല ബേസിക്കലി ആരെടുത്തു? പിന്നീട് തിരിച്ചു കൊടുത്തതാണ്. സിനായി പെൻസുല ഈജിപ്ത് ആയിട്ട് പിന്നീട് എഗ്രിമെന്റ് വെച്ച് കൊടുത്താണ്. ഈജിപ്തിൽ നിന്ന് സിനായി പെൻസുല തിരിച്ചെടുത്തു. അതേപോലെ തന്നെ ഗോളൻ ഹൈറ്റ്സ് സിറിയനെ കണ്ടത്, ഇത് സിറിയന്റെ ബോർഡറിലല്ലേ. ഗോളൻ ഹൈറ്റ്സ് ആരെടുത്തു? ബേസിക്കലി ഈജിപ്ത് എടുത്തു. അതേപോലെ തന്നെ ഗസ സ്ട്രിപ്പ് എന്തായിരുന്നു? ബേസിക്കലി ഈജിപ്തിനുള്ള ഇതും ആരെടുത്തു? ബേസിക്കലി മച്ചാൻ തിരിച്ചെടുത്തു. പക്ഷെ ബേസിക്കലി UN സെക്യൂരിറ്റി കൗൺസിൽ, ഇവിടെ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ എന്ത് ചെയ്തു? പാസ്സാക്കി. റെസൊല്യൂഷൻ 242 എടുത്തിട്ട് പറഞ്ഞു എന്താണ്? ഈ പിടിച്ചെടുത്തതൊന്നും എന്തല്ല, കനോട്ട് ബി അഡ്മിനിസ്ട്രബിൾ ആസ് എ ടെറിട്ടറി ഓഫ് ഇസ്രായേൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്മിസിബിൾ ആക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അനൗൺസ്ഡ് ദാറ്റ് ആസ് പെർ ദി UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 242 പ്രകാരം ഇസ്രായേലിന്റെ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ബേസിക്കലി ടെറിട്ടറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ICJ പറഞ്ഞിട്ടുണ്ട് ദീസ് ആർ ദ ഇല്ലീഗൽ ഒക്കുപ്പേഷൻ. പക്ഷെ ഇപ്പോഴും മച്ചാൻ എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ ഈജിപ്തുമായിട്ട് എന്ത് ചെയ്തു? എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈജിപ്തിന് എന്ത് ചെയ്തു? സിനായി പെൻസുല എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. ഓക്കെ, ഇനി അതിന്റെ ഭാഗമായിട്ട് there are various lines. ഓക്കെ, നമ്മൾ ലൈൻസ് നോക്കുവാണെങ്കിൽ, സോ 6 ഡേ വാർ, അതേപോലെ ICJ ഒപ്പീനിയൻ 2014 വന്ന ഒപ്പീനിയൻ, 2024 ഒപ്പീനിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഇൻക്ലൂഡിംഗ് വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റ്, ഇതൊക്കെ എന്താണ്? ഇല്ലീഗൽ ഒക്കുപ്പേഷൻ ഓഫ് ഇസ്രായേൽ എന്ന് ആര് പറഞ്ഞു? ICJ വന്നു. പക്ഷെ ICJന്റെ ഡിസിഷൻ ഉള്ളത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? Who is the implementing authority of ICJ decisions? It should be implemented by, അല്ലെങ്കിൽ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാണ്? UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിൽ ഇംപ്ലിമെന്റ് ചെയ്യുമല്ലോ എന്ന് നിങ്ങൾക്ക് അറിയാലോ. സ്വാഭാവികമായിട്ടും they can also do whatever they wanted. Okay, and there are crucial border lines which is there in news. That is, one is green line, another is blue line and yellow line. Okay, so green line എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ പലസ്തീൻ ടെറിട്ടറി അല്ലെ ആ ബോർഡറിനെയാണ്, ഒറിജിനൽ പലസ്തീൻ ഇസ്രായേൽ ബോർഡറിനെയാണ് ബേസിക്കലി ഗ്രീൻ ലൈൻ. അതായത് 1949 ഇതാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പലസ്തീനും 2 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ 1949 എവിടെയായിരുന്നു പലസ്തീന്റെ ടെറിട്ടറി. അതായത് അപ്പൊ ഇസ്രായേൽ ശരിക്കും ചെറുതാണ്, ഇത്രയും വലുപ്പമില്ല. അപ്പൊ ബേസിക്കലി ഈ ലൈനാണ്, ഈ ലൈൻ ഏകദേശം എവിടെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ ലൈൻ ഇങ്ങനെ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ കയറി വരും. ഓക്കെ, ദിസ് ഈസ് ഗ്രീൻ ലൈൻ. ദിസ് ഈസ് ദി ഒറിജിനൽ പലസ്തീൻ ആൻഡ് ഇസ്രായേൽ ടെറിട്ടറി. ഓക്കെ, ദിസ് ഈസ് റെഫേഴ്സ് ടു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇതിന്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 സ്റ്റേറ്റ് വേണം. അതുകൊണ്ടാണ് ഇസ്രായേൽ അത് അംഗീകരിക്കാത്തത്. കാരണം ഇസ്രായേലിന് 2 സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലസ്തീനിയൻ സ്റ്റേറ്റ് വരും, പക്ഷെ ഇസ്രായേൽ ഇപ്പൊ പിടിച്ചെടുത്ത സ്ഥലം മൊത്തം പോകും. ബ്ലൂ ലൈൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ന്യൂസിലുള്ളത്, വീണ്ടും ന്യൂസിലുള്ളത്. വൺ ഈസ്, അതെന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് എ ലൈൻ ബിറ്റ്വീൻ ലെബനൻ ആൻഡ് ബേസിക്കലി ഇസ്രായേൽ.
ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ബേസിക്കലി ബോർഡർ ആണ് ബ്ലൂ ലൈൻ. ഇത് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് UNIFAയിലാണ്. UNIFAil എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷണൽ ഇന്റർനാഷണൽ ഒരു പർട്ടിക്കുലർ UN ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. സോ UNIലാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ദേ അനൗൺസ് ദ വിഡ്രോവൽ. സോ ബേസിക്കലി ഇസ്രായേൽ ഈസ് അറ്റാക്കിംഗ് നൗ ആസ് പെർ ചോയ്സ് അറ്റാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് ആൻ യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ ഈസ് ഇൻസൈഡ് ദ ഗസ ട്രിപ്പിന്റെ ഇൻസൈഡിലാണ്. ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ ഇസ്രായേലി മിലിറ്ററി ഡെമോക്രാറ്റിക് സോൺസ് ഇൻസൈഡ് ദ ഗസ. ഓക്കെ, സോ ഗസ ട്രിപ്പിന്റെ അണ്ടറിൽ ഗസ സ്ട്രീറ്റ്, ഗസ വരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം, വെറുതെ ഒരു കളം വരച്ചാൽ മതി. ഓക്കെ, സോ ഇതെന്താണ്, ദിസ് ഈസ് യെല്ലോ ലൈൻ. സോ എന്ത് ചെയ്യുന്നു, ഇസ്രായേലിന്റെ ഒക്കുപേഷൻ ഉള്ള ഏരിയസിനെയാണ് ബേസിക്കലി യെല്ലോ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഗ്രീൻ ലൈൻ എന്താണ്? ഇസ്രായേൽ, ഗ്രീൻ ലൈൻ എന്തായിരുന്നു? ഇസ്രായേൽ പലസ്തീൻ തമ്മിലുള്ള ഒറിജിനൽ ബോർഡർ അല്ലെ. ബ്ലൂ ലൈൻ എന്തായിരുന്നു? ബ്ലൂ ലൈൻ മീൻസ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ബോർഡർ. യെല്ലോ ലൈൻ എന്താണ്? ഇൻസൈഡ് ദി ഗസ സ്ട്രിപ്പ് തമ്മിലുള്ള ഇവർ തമ്മിലുള്ള ബോർഡർ ആണ് ബേസിക്കലി യെല്ലോ ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് ഗസ സ്ട്രിപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗസ സ്ട്രിപ്പ് ഇതാണ് ഗസേന്റെ മാപ്പ് വരുന്നത്. ഗസ സ്ട്രിപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോസിംഗ് ആണ് ഒന്ന് റഫ ക്രോസിംഗ്. ഓക്കെ, റിപ്പീറ്റഡ് ആയി ന്യൂസിലുള്ളതാണ് റഫ ക്രോസിംഗ്. ഇറ്റ് ഈസ് എ ബോർഡർ ക്രോസിംഗ് ടു ദി ഈജിപ്റ്റ്. ഓക്കെ, സോ ഈജിപ്തിലേക്കുള്ള ക്രോസിംഗ് ആണ് റഫ ക്രോസിംഗ്. ഇറ്റ് ഈസ് ദ ഓൺലി ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഈജിപ്ത്, ഈ ഗസൈനെ സംബന്ധിച്ചോളം ഇസ്രായേലിൽ അല്ലാതെ വേറൊരു കൺട്രിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരേ ഒരു ക്രോസിംഗേ ഉള്ളൂ, ദാറ്റ് ഈസ് റഫ ക്രോസിംഗ്. ആൻഡ് ഈ ഇസ്രായേൽ സേ ദാറ്റ് ദർ ആർ വേരിയസ് അണ്ടർ എന്താണ് ടണൽസ് ഇൻ ദി റഫ ക്രോസിംഗ് ഏരിയയിൽ നിന്ന് അണ്ടർ ടണൽസ് ഉണ്ട്. ഈ ടണൽസ് വഴിയാണ് വെപ്പൺസ് ഒക്കെ കടത്തുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഓൺലി ക്രോസിംഗ് ഇൻ വിച്ച് ഗസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഗസനെ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ്രായേൽ സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ഫ്രം ദിസ് സൈഡ്. സോ ഇങ്ങനെ ആളുകൾ കൂടി ഈ ഒറ്റൊരു പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. ഇവരെന്ത് ചെയ്തു, ഈ പോയിന്റ് ബ്ലോക്ക് ചെയ്തു. സോ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്തും ഇറങ്ങാൻ പറ്റില്ല. കാരണം എവിടെ ഇറങ്ങിയാലും എന്താണ്, ബേസിക്കലി ഇറ്റ് ഈസ് ഇസ്രായേൽ ബോർഡർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓൺലി ക്രോസിംഗ് വെച്ച് യു ക്യാൻ ഗെറ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ഇസ്രായേൽ. ഒറ്റ ബോർഡറേ ഉള്ളൂ, ഗസയിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ ബോർഡറേ ഉള്ളൂ. ഇസ്രായേലിന്റെ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ, ഈജിപ്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇറ്റ് ഈസ് റഫ ക്രോസിംഗ്. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് അഗൈൻ വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ഈ ക്രോസ് എന്താണ്, ദിസ് ഇസ് എറിസ് ക്രോസിംഗ്. എറിസ് ക്രോസിംഗ്. ഓക്കെ, എറിസ് ക്രോസിംഗ് എന്താണ്, നോർത്തേൺ പാർട്ട് ഓഫ് ദി ഗസ. ഇത് എങ്ങോട്ടാണ് ഇറങ്ങുന്നത്, ദിസ് ഈസ് ടു ഇസ്രായേൽ. സിംഹത്തിന്റെ മടയിലോട്ട് ആരും പോലല്ലോ. അപ്പൊ ദാറ്റ് ഇസ് ഇസ്രായേൽ ക്രോസിംഗ്. ഓക്കെ, എറേസ് ക്രോസിംഗ്. അപ്പൊ രണ്ട് ക്രോസിംഗ് ആണ്, റഫ ക്രോസിംഗ് താഴെ, അതുപോലെ എറിസ് ക്രോസിംഗ് എന്താണ്, കൊറിഡോർ എന്താണ് മേലെ. ഓക്കെ, ഈ രണ്ട് സാധനങ്ങൾ ഓർത്തു വെക്കുക. ഇനി അതേപോലെ തന്നെ എന്ത് ഈ ക്രോസിംഗിൽ നമുക്ക് ബേസിക്കലി 3 തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പ്രൊവിൻസസ്, മേജർ സിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഗസേനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നതാണ് ബേസിക്കലി റഫ ക്രോസിംഗ് ഏരിയാസ് വരുന്നത്. റഫ ഏരിയ വരുന്നു. റഫ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിലാണ് ബേസിക്കലി ഖാൻ യൂനുസ്. ഓക്കെ, അതിന്റെ മുകളിലാണ് ദേർ അൽ ബല. ഓക്കെ, ദേർ അൽ ബല എന്ന് പറയുന്നത് ഇതാണ് ദേർ അൽ ബല പ്ലേസ്, ഈ രണ്ട് വരേന്റെ ഇടയിൽ ദേർ അൽ ബല. ഓക്കെ, ദെൻ ഗസ സിറ്റി, ദെൻ നോർത്തേൺ ഗസ. ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ 5 ആയിട്ട് എന്ത് ചെയ്യുന്നു, ഗസേനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ബേസിക്കലി റഫ, ഖാൻ യൂനിസ്, ദേർ അൽ ബല, അതുപോലെ തന്നെ ഗാസ സിറ്റി ആൻഡ് നോർത്തേൺ ഗസ. അങ്ങനെയായിട്ട് എന്ത് ചെയ്യാറുണ്ട്. ദെൻ ദിസ് റീജിയൻ, ഇവിടെ പറയുന്ന ഈ റീജിയൻ, ഈ ഒരു പേര്, ഈ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിലാഡൽഫി കോറിഡോർ. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് കോറിഡോർ ഇസ് എ ഫിലാഡൽഫി കോറിഡോർ. Philadelphia corridor. Okay, so this area is a Philadelphia corridor. Okay, Philadelphia corridor. Okay, clear ആണല്ലോ? There is പറഞ്ഞല്ലോ, Philadelphia corridor പറഞ്ഞല്ലോ. Then there is a one more ഒരു corridor ഉണ്ട്, കരീം ശാലം corridor. കരീം ശാലം corridor ഉണ്ടല്ലോ. This is Karim Shalom corridor. This is actually controlled by Israel. ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് കണ്ടു, ഇവിടുന്ന് ഇസ്രായേൽ തന്നെ പുറത്തുള്ള. അപ്പം ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് പോകാനുള്ള എന്താണ് ബേസിക്കലി ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുന്ന കോറിഡോർ ആണ് ബേസിക്കലി കരീം ശാലം കോറിഡോർ ക്രോസിംഗ്. ഈ കരീം ശാലം ക്രോസിലൂടെയാണ് ഈ ഗസയിലേക്കുള്ള ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ ഗുഡ്സ് മൂവ്മെന്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിന്റെ IDF, ഇസ്രായേൽ ഡിഫൻസ് ആർമി ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, IDF എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആണ് ഈ പർട്ടിക്കുലർ റീജിയൻ. ഓക്കെ, സോ അതാണ് ബേസിക്കലി അതിന്റെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ there is another called as Netzarim corridor. Netzarim corridor in Gaza സിറ്റിന്റെ ഇതെന്താണ് ബേസിക്കലി ഗസ സിറ്റിന്റെ ഇവിടെയുള്ള കോറിഡോർ ആണ് നെറ്റ്സാരിം കോറിഡോർ കേട്ടോ. നൗ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ നെറ്റ്സാരിം കോറിഡോറിനെ വേറെ പേരിലാണ് വിളിക്കുന്നത് ബീഇറി കോറിഡോർ.
എറി കോറിഡോർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നെറ്റ് സാരി കോറിഡോർ, നെറ്റ് സാരിൻ കോറിഡോർ എന്ന് വിളിക്കുന്നുണ്ട്, ബെരി കോറിഡോർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ബെരി എന്ന് പറയുന്നത് എന്തിനാ ബെരി എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബെരി ഇസ് ദ കമ്മ്യൂണിറ്റി അറ്റാക്ഡ് ബൈ ഗസ ഇൻ ദി October 7 അറ്റാക്ക്. സോ October 7 ആദ്യം ഗസയാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ആദ്യം നടത്തുന്ന ഗസ നടത്തുന്ന അറ്റാക്ക്, ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഈ ബെരി കമ്മ്യൂണിറ്റിനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ നെറ്റ് സാരിങ് കോറിഡോറിനെ ഇപ്പൊ ഇസ്രായേൽ വിളിക്കുന്നത് ബേസിക്കലി ബെരിങ് കോറിഡോർ എന്ന് അതിന്റെ പേര് മാറ്റി. ദിസ് ഈസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഇപ്പം IDF ആണ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഇവർ ഈ ഗസയിലുള്ള പലസ്തീൻ ആളുകൾ ഈ ഏരിയയിലുള്ളത്, ഈ മൂലയിലേക്ക് എത്തിച്ചു, അവരെ മേലേക്ക് തകർത്തടിപ്പിച്ചു. ഓക്കെ, സോ ഗരീം സാരി ബേസിക്കലി എന്താണ്, ബി എറി കോറിഡോർ ആണ് ബേസിക്കലി ഉള്ളത്. ദിസ് ഇസ് ബി എറി കോറിഡോർ ഇസ് എ കമ്മ്യൂണിറ്റി അറ്റാക്ഡ് ബൈ ഹമാസ് ഇൻ October 7 അറ്റാക്ക്. ഓക്കെ, സോ ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഗസ, അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് വിത്ത് റെസ്പെക്ട് ടു ഗസ ഈസ് അറ്റ് പ്രസന്റ് ഈസ് ഗോയിങ് ത്രൂ എ സിവിയർ ഫാമിൻ. This famine is known as IPC phase 5 famine. This is very important. UPC famine related ആയിട്ട് ഏതൊക്കെ റീജിയൻ ആണ് ന്യൂസിൽ റീസെന്റ് ആയിട്ട് ഹൈലി ഫാമൈൻ ഹിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി IPC 5 ഫാമൈൻ ഹിറ്റ് ഏരിയാസ് ആണ് ഗസ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിവിയർ ഫാമൈൻ ഇമ്പാക്റ്റഡ് ആയ സ്ഥലമാണ് IPC 5. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് IPC 5 ഫാമൈൻ കാറ്റഗറി എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആക്ച്വലി IPC എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ഫേസ് 5. അങ്ങനെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 ഉണ്ട്. അതിൽ ഏറ്റവും സിവിയർ ക്ലാസിഫിക്കേഷൻ ആണ് ഫേസ് 5. സോ ഗസ ഇപ്പൊ എന്തിലാണുള്ളത്, IPC ഫേസ് 5 ദിസ് ഇസ് നത്തിങ് ബട്ട് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് 5 ആണ് കേട്ടോ. അപ്പൊ ഇത് ബേസിക്കലി ഇസ് എ ടൂൾ യൂസ്ഡ് ബൈ UN ടു ക്ലാസിഫൈ ബേസിക്കലി ഫുഡ് ഷോർട്ടേജ് ഉള്ള, ഫുഡ് ഇൻസെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം IPC 5 എന്താണ് ഫേസ് ഫാമിലി, ഇതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, കണ്ടീഷൻ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സീവിയർ ആണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഇങ്ങനെ ഒരു IPC 5 ആയിട്ട് ഒരു കൺട്രീനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, വേറെ സ്ഥലങ്ങളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വീണ്ടും വരുന്നത്. അങ്ങനെ മാച്ച് ദ ഫോളോയിങ് വരാം. സോ മീനിങ് ഓഫ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ categorized by UN as a severe famine. സ്ഥലം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതും വരാം. സോ മീനിങ് എന്താണ്, ബേസിക്കലി 20% ഓഫ് ഹോൾ ഫേസ് എക്സ്ട്രീം ഫുഡ് ഗ്യാപ്സ്. 20% വീടുകൾക്ക് എന്താണ് ഫുഡ് ഇൻസെക്യൂരിറ്റി വരുന്നത്, എക്സ്ട്രീം ഫുഡ് ഗ്യാപ്സ്. അതേപോലെ തന്നെ 30% malnutrition, acute malnutrition exceed 30%. അപ്പൊ 30% of the children suffer from the acute malnutrition. That means based on wasting. That means wasting എന്ന് പറഞ്ഞാൽ എന്താണ്, height versus age versus height. Okay, that is wasting. So acute malnutrition of 30%. അതേപോലെ തന്നെ ഇതിനകത്ത് ക്രൂഡ് മോർട്ടാലിറ്റി 2 per 10,000 ഡെയിലി. അതായത് 10,000-ൽ 2 പേര് എന്ത് ചെയ്യുന്നുണ്ട്, പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം മിനിമം 10,000-ൽ 2 പേര് പട്ടിണി കൊണ്ട് മരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ബേസിക്കലി IPC 5 കാറ്റഗറിയിൽ ഇടുന്നത്. അത്രയും അക്യൂട്ട് ആയിട്ടുള്ള മാൽന്യൂട്രീഷൻ ഹിറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ UN വിൽ ഡിക്ലെയർ ഇതെന്താണ്, ഇറ്റ് വിൽ ഡിക്ലെയർ IPC 5 ഫാമൈൻ കൺട്രി ആയിട്ട് UN ഡിക്ലെയർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഇനി ഒരു കാര്യം ചെയ്താലോ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ, വ്യാഴാഴ്ച എടുത്താലോ. ഇപ്പൊ തുടങ്ങി ഇതെന്തായാലും ഈ ടോപ്പിക് തീരുമ്പോ 9:15 പിന്നെ ഇടയിൽ വെച്ച് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പൊ ഇതുവരെയുള്ള നിങ്ങൾ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വ്യാഴാഴ്ച 7 മണിക്ക് എടുക്കാം കേട്ടോ. സോ ഫ്രം ദി അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് ദി ഗസ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കൊണ്ടെടുക്കാം. അപ്പം എന്താണ് അറ്റ് പ്രസന്റ് IPC 5 വരെ നോക്കുക. ബാക്കി if you want you go through it, then we will discuss it. So നിങ്ങൾക്ക് go through ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ if it is പതുക്കെ പോവാം. അതേപോലെ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഇതുവരെയുള്ള മാപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. നിങ്ങളുടെ മാപ്പിൽ തന്നെ അടയാളപ്പെടുത്തി വെക്കുക, എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ആൻഡ് റീഡ് ഇറ്റ് ഒരു 3 തവണ വായിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, റെക്കഗ്നേഷൻ കിട്ടിയാൽ മതി. കാണുമ്പോൾ മനസ്സിലാവണം ഇത് ഇന്ന സാധനമാണ്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക, ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയോ എന്ന് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ കോർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇറാനൊക്കെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പർ പോകും. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഡീപ്പർ പോകാനുള്ള ചാൻസ് ഉണ്ടാവാം. പക്ഷെ മൈനോട്ട് ഇഷ്യൂ ആണ്, അറിയോ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവിടെ, ഏതൊക്കെയാണ് മിലിറ്ററി ബേസസ് 1, 2, 3, 1, 2, 3, 4, എവിടെയാണ് ബേസിക്കലി ഏതൊക്കെ പോർട്ട്, ഏതൊക്കെ സിറ്റി 1, 2, 3, 1, 2, 3, എവിടെയൊക്കെയാണ് ഫുഡ് ഷോർട്ടേജ് വന്നത്, എവിടെയൊക്കെയാണ് ക്യാമ്പ്സ് ഓഫ് റെഫ്യൂജീസ് ഉള്ളത്. കണ്ടില്ലേ, ക്വസ്റ്റ്യൻ കണ്ടില്ലേ, വളരെ ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു നോ യു ക്യാൻ ഈസിലി ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. Okay, that's it for today. We will see you again on Thursday evening at 7 o'clock. Okay, thank you.